ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ HCF ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിവിസിബിലിറ്റി റൂൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരണം. കാരണം അതൊക്കെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചാലേ നമുക്ക് HCF വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് കാര്യമാണ്. ഡിവിസിബിലിറ്റി റൂൾ മെയിൻലി പഠിപ്പിക്കുന്നത് നമ്പർ സിസ്റ്റമിലാണ്. ഓക്കെ, എല്ലാവരും പഠിപ്പിക്കുന്നത് നമ്പർ സിസ്റ്റമിലാണ്. HCFൽ ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ HCF LCMന്റെ ടോപ്പിക്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാരണം ഇതിൽ ആ കാര്യം അറിയായിരുന്ന നിങ്ങൾക്ക് HCFൽ ഡിവിസിബിലിറ്റി റൂൾ അറിയായിരുന്ന നിങ്ങൾക്ക് ഇത് 50% ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് നിന്ന് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതുമാത്രമല്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് ഡിവിസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വലിയ വലിയ സംഖ്യകളുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻസ് എത്തുന്നവരെ നല്ല ഡിഫിക്കൽട്ട് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരും. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിൽ പഠിപ്പിക്കും. ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകണം. സോ അതിന് ഡിവിസിബിലിറ്റി റൂൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിവിസിബിലിറ്റി റൂള് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡിവിസിബിലിറ്റി റൂൾ പോയി നോക്കുക. ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഡ്രോപ്പ് ചെയ്തേക്കാം നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ പോവുക. ഫസ്റ്റ് വീഡിയോ നമ്മൾ HCF LCM എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1 അത് കണ്ടിട്ട് ഈ പാർട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ഒരു സെക്കൻഡ്, നമ്മൾ പേനയുടെ കളറൊക്കെ ചൂസ് ചെയ്യാം. ബ്ലാക്ക് തന്നെ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോണത് എന്താണ്? ഫാക്ടറൈസേഷൻ. 3 മെത്തേഡ്സ് ഉണ്ട്. ഞാൻ പറയാം HCF സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള 3 മെത്തേഡ്സ് ഉണ്ട്. എന്താണ്? ഫാക്ടറൈസേഷൻ, ഡിഫറൻസ് എന്നിട്ട് ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓരോരോ മെത്തേഡായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ 2 മെത്തേഡ്, ദാറ്റ് ഈസ് ഫാക്ടറൈസേഷനും ഡിഫറൻസ് മെത്തേഡ്, ഈ 2 മെത്തേഡ് നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണം. അതിന് ഈ ലോങ് ഡിവിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യന് വേണ്ടിയാണ് നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് പഠിക്കുന്നത്. ലോങ് ഡിവിഷൻ മെത്തേഡ് പേരിൽ സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലോങ് തന്നെയാണ്. ഓക്കെ, ചില കേസുകളിൽ ഒരുപാട് ലോങ് ആവും, ചിലത് പെട്ടെന്ന് കിട്ടും. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? നോർമലി HCFന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ബട്ട് അത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ ആംഗിളും എല്ലാ ഫെസറ്റ്സും കവർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇത് ഇത്രയല്ലേ ഉള്ളൂ, അതിനെ മാറ്റിവിട്, ഇതിനെ ഇത്രയല്ലേ ഉള്ളൂ, മാറ്റിവിട്, അങ്ങനെ മാറ്റിവിടുമ്പോൾ ഓൾമോസ്റ്റ് മൊത്തം പേപ്പർ മാറിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും സെലക്റ്റീവ് ആവരുത്. സെലക്റ്റീവ് ആവാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്റ്റീവ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അതിന് സമയമായിട്ടില്ല. ഇപ്പം പ്രയോറിറ്റൈസ് ചെയ്യരുത്. ഇപ്പം എല്ലാം പഠിക്കണം ബേസിക് കോൺസെപ്റ്റോടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, ഡിഫറൻസ് മെത്തേഡ് ഉണ്ട്, ലോങ് ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് നോക്കണത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാമല്ലോ. ഒരു സെക്കൻഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇമ്പോർട്ടൻ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യം. ഞാൻ ഒരു സിമ്പിൾ ഏറ്റവും ബേസ് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് 18ഉം 54, 18ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 54. ഓക്കെ, 24 എടുക്കാം നമുക്ക്. 18ഉം 24. ഓക്കെ, ബേസിക് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ HCF കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാന്നുള്ള ഒരാൾക്ക് ഒരു സെക്കൻഡും വേണ്ട, ഒന്നും ചെയ്യാനേ അല്ല, അത് നേരെ കണ്ടുപിടിച്ചോളൂ. പക്ഷേ നമുക്ക് ഈ ബേസിക് കാര്യമായാലും നമുക്ക് എങ്ങനെയാണ് നമ്മൾ HCF കണ്ടെത്തണം എന്നുള്ളത് ഫാക്ടറൈസേഷൻ മെത്തേഡ് ശ്രദ്ധിച്ചോളണം. ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് എങ്ങനെ കണ്ടെത്തുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ കണ്ടെത്തിക്കാൻ പറ്റും, അതാണ് നമ്മളെ ചോദ്യം. അപ്പോഴേ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ രീതി ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. എന്താണ്? ഫാക്ടേഴ്സ് എടുക്കുക. 18ന്റെ ഫാക്ടർ ഞാൻ സിമ്പിൾ രീതി, ബേസ് രീതിയിലാണ് പറയുന്നത്. നമ്മൾ ക്ലാസ്സസ് കഴിയുമ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് രീതിയിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, കാരണം ബേസ് അറിയാതെ അഡ്വാൻസിലോട്ട് പോയിട്ട് കാര്യമല്ല. ഈ ബേസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻസ് എങ്ങനെ വന്നെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കൂല. ബട്ട് ഈ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ അഡ്വാൻസ് ഞാൻ പഠിപ്പിച്ച കാണാപ്പാടം പഠിക്കുന്ന പോലെ ആവും. മാത്സ് കാണാപ്പാടം പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ല. ഓക്കെ, ഫോർമുലാസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അരിത്മെറ്റിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ, ഫോർമുലാസ് ഏറ്റവും റയറസ്റ്റ് സിനാരിയോയിൽ ഉപയോഗിക്കുകയുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ഫോർമുലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നത് അഡ്വാൻസ് മാത്സിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ HCF LCM, നമ്മൾ LCMന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ടൈംസ് പോകില്ല. ഞാൻ ഏറ്റവും ബേസ് ലെവലിൽ പോയാണ് കാൽക്കുലേഷൻ. 2 കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് 9 ആവും. തന്നെ 9 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം 2 ആയിട്ട്. എന്താണ്? 3. നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഏറ്റവും ബേസ് ലെവലിൽ കൊണ്ടെത്തിച്ച് ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും ബേസ് ലെവലിൽ കൊണ്ടെത്തിച്ച്, അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി
ഈ 3നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്, അപ്പോൾ ഈ 9നെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 9നെ ആണല്ലോ സ്പ്ലിറ്റ് ചെയ്തത് രണ്ടിടത്തും തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ എന്ത് എഴുതും? 2 എഴുതും, 2⁻1 എന്ന് എഴുതും, കാരണം 2⁻1 ഈസ് 2. ഓക്കെ, അങ്ങനെ എഴുതും. ഇൻറ്റു എന്താണ്? 3 എത്രയാണ്? 2 3 ഇല്ലേ? അപ്പോൾ 3 എത്ര വരും? 3⁻2. മനസ്സിലായി? ഇത് എന്തുകൊണ്ട് എടുത്തെന്നറിയാം, ഇപ്പം പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ട് എടുക്കണമെന്ന്. 2⁻1ഉം 3⁻2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയ? ഇവിടെ 2ന്റെ പവർ 1 3ന്റെ പവർ 2. അതൊരു കാര്യം നമ്മൾ സൈഡിൽ വെച്ചേക്കാം. അടുത്ത് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? 2 എടുക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഏറ്റവും ബേസിക് ലെവലിലാണ്. 2 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 12. അടുത്ത് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? 2 എടുക്കും, ഇവിടെ എത്ര വരും? 6. ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? 2 എടുക്കും, ഇവിടെ എന്ത് വരും? 3. തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. കാര്യം ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ 24, ഇത് 18ന്റെ ഫാക്ടേഴ്സ്, ഇത് 24ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് 24ന്റെ ഫാക്ടേഴ്സ് ഈക്വൽ ടു എത്രയാണ്? നമുക്കിവിടെ കിട്ടിയ എന്താണ് സംഖ്യ? ഇത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇത് വേണ്ട, ഞാൻ കളർ മാറ്റി എഴുതാം, അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്ലിയറിറ്റി കിട്ടും. ഈ ഏരിയ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ എന്താണ്? ഇത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതല്ലേ നോക്കിക്കണേ, 2⁻1ഉം 3⁻2. അവിടെ എന്താണ്? ഇവിടെ വന്നിട്ട് നമ്മൾ 2⁻1 അല്ല, സോറി 2⁻1 അല്ലല്ലോ അവിടെ തന്നെ, 2⁻3 ഇൻറ്റു എത്രയാണ്? 3⁻1. ഇനി HCF എടുക്കുന്ന കാര്യമാണ് ഇനി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, HCF എന്താണ്? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. HCF ഈക്വൽ ടു എന്താണെന്ന് എടുക്കുമ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഫാക്ടേഴ്സ്. ഇനി ഇതിൽ കോമൺ ഫാക്ടേഴ്സ് വേണം. കോമൺ ഫാക്ടേഴ്സ് 2ഉം 3ഉം കോമൺ ആണ് രണ്ടിലും ഉള്ളത്, അല്ലേ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ആവശ്യം നമുക്ക്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ രണ്ടിലും 2 ഉണ്ട്. ഓക്കെ, ഇതിൽ കോമണും ഹയസ്റ്റും ആയിട്ടുള്ളത് ഏതാണ്? വെറും 2⁻1 ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ 18ലുള്ളത് 2, എന്നിട്ട് ഇവിടെ എന്താണ്? 2⁻3 ഇൻറ്റു 2 ഇൻറ്റു 2 തന്നെ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? വെറും 2 ആണ് തന്നെ. ഇതിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 1 ആണ് രണ്ടിടത്തും. അതുകൊണ്ട് എന്താണ് നമ്മൾ എഴുതുന്നത്? 2 ആണ് എൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 2ന്റെ ബേസ് ഉള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2⁻1 തന്നെയാണ്. ഓക്കെ, കാരണം അതാണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്, എന്നിട്ട് പവർ വ്യത്യാസമാണെങ്കിൽ ആ രണ്ട് പവറിൻ്റെ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും നമ്മളെ HCFന്റെ കോളമിൽ നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയാ? മനസ്സിലായാ? രണ്ടിൻ്റെ ബേസ് ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി തരാം, നോക്ക്, വിഷമിക്കണ്ട. രണ്ടിൻ്റെ ബേസ് എന്താണ്? 2ന്റെ ബേസ് എന്ന് പറയും. ഇതിനെന്തെന്ന് പറയും? പവർ എന്ന് പറയും, അല്ലേ? എക്സ്പോണന്റ് എന്ന് പറയും, പവർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡൈസസ് എന്ന് പറയും. സർട്സ് ആൻഡ് ഇൻഡൈസസ് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ 2 ആണ് ബേസ്. പവർ എത്രയാണ്? ഇതിൻ്റെ പവർ 1, ഇതിൻ്റെ പവർ എത്രയാണ്? 3. അപ്പോൾ അത്രയും ക്ലിയർ ആണ്. 3ഉം 1ഉം പവർ ഉണ്ടെങ്കിൽ ഇതിൽ രണ്ടിൻ്റെയിലും ഉള്ളതിൽ ഏറ്റവും ചെറിയ പവർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? നമ്മളെ HCFന്റെ ആൻസറിൽ എഴുതുന്നത്. ക്ലിയർ ആണ്? ഏറ്റവും ചെറിയ പവർ. അങ്ങനെയാണെങ്കിൽ ഇനി 3ന്റെ ബേസ് സെയിം ആണ്. 3 ഉള്ളത് രണ്ടിടത്തും ഉണ്ട്, രണ്ടിൻ്റെ ബേസ് സെയിം ആണ്. ഇതിൽ ഏത് പവർ എടുക്കും? 2 എടുക്കുമോ 1 എടുക്കുമോ? പറ. 2 എടുക്കുമോ 1 എടുക്കുമോ? ഉള്ളതിൽ ഏറ്റവും ചെറുത് എടുക്കും. HCF എടുക്കുമ്പോൾ ഉള്ളതിൽ ചെറിയ പവറാണ് എടുക്കുന്നത്. അപ്പോൾ ഏതെടുക്കും? 3⁻1. പെർഫെക്റ്റ്, 3⁻1. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? HCFന്റെ ആൻസർ എന്ത് വരും? നമുക്ക് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് നമ്പർ 18ഉം 24ന്റെ ആൻസർ എന്താണ്? HCF എന്താണ്? 6 എന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ 6 ആൻസർ. നിങ്ങൾ 6 ആണ് ആൻസർ. എന്തിൻ്റെ? 18ഉം 24ന്റെ. അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അതിലൊരു മാറ്റം വരില്ല. അതാണ് നിങ്ങളെ ആൻസർ. ഇനി ശരി, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നില്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കൊരു കുറച്ചുകൂടെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് നോക്കാം. സ്കെയിലപ്പ് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ തരുന്നില്ല നിങ്ങൾക്ക്. 32ഉം 54ഉം പിടിച്ചോ. ഓക്കെ, 32ഉം 54ഉം. ഇതിൽ ഇനി നിങ്ങളുടെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറയാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തു തരാം. നമുക്ക് എന്തായാലും ഈ എല്ലാ മെത്തേഡ്സും നമ്മൾ എന്താണ് അടുത്ത പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, 32നെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 32 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ടൈംസ്. 2 എന്ന് പറയുമ്പോൾ എത്ര? 16.
ഫർദർ സ്പ്ലിറ്റ് ചെയ്യുക 2 ടൈംസ്. അപ്പോൾ എത്രയാണ് 8. 2 into 8 അല്ലേ 16. ഫർദർ 8നെ സ്പ്ലിറ്റ് ചെയ്താൽ 2 into 4. ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ വരും? നമുക്ക് 2 into 2 വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു, യൂസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി എടുക്കില്ല. ഇനി അപ്പോൾ നമ്മൾ ഇതിലെടുക്കുന്നത് എന്തായിരിക്കും? ഇതിലെടുക്കുന്നത് ഈ ഒരു ഭാഗം മാത്രം. ഓക്കെ, ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണമെങ്കിൽ എന്താണ് പറയണത്? 32ന് വേണ്ടിയുള്ള എത്ര ഇതുണ്ട്? 2 എന്ന് പറഞ്ഞാൽ എത്ര? 1 2 3 4 5. അപ്പോൾ 2⁵ എന്നുള്ള പവറിൽ വരും. 2⁵. ഓക്കെ, ശരി. ഇത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പം നിലവിൽ നമുക്ക് ഇത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ അടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്പറാണ്. അതിന് ഈ നമ്പറിനെ എങ്ങനെ സോൾവ് ചെയ്യും? 54 എന്ന് പറഞ്ഞാൽ 2ന്റെ പവർ 2 into എത്രയാണ്? 27 അല്ലേ? അപ്പോൾ 54 ആവും. 27നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്ത് എന്താണ്? 3 into 9, അതാണ് 27. 9നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും? 3 into 3. ഓക്കെ, അപ്പോൾ 54ന്റെ നമ്മളിത് പറയുകയാണെങ്കിൽ എന്ത് എഴുതും? 54 = എത്രയാണ്? നമ്മൾ എന്താണ് പറഞ്ഞോ? ഇത് കറക്റ്റ്. ഈ ഒരു ആംഗിളാണ് നമ്മൾ 54ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 54ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 2⁻1, 2 to the power 1 into 3 to the power 3 തന്നെ. ഇതാണ് നമ്മൾ എന്താണ് 54ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, 3 to the power 3 എന്ന് പറഞ്ഞാൽ 27 into 2 എത്രയാണ്? 54. അപ്പോൾ അങ്ങനെയാണ് ഫാക്ടേഴ്സ് കിട്ടിയത്. ഇനി ഫാക്ടേഴ്സ് കിട്ടിയത് നമുക്ക് ഇനി HCF ആണ് ആവശ്യം. ഓക്കെ, HCF ആവശ്യം ഉണ്ടെങ്കിൽ HCF എങ്ങനെ എഴുതും? HCF = എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ടിലും കോമൺ ആയിട്ടുള്ളതായിരിക്കണം, എന്നിട്ട് ഹയസ്റ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ 2 നോക്കുകയാണെങ്കിൽ 2ന്റെ പവർ എന്താണ്? 1 ആണ്. ഇവിടെ എന്താണ്? 2ന്റെ പവർ 5. അപ്പോൾ എന്ത് എഴുതും? പറ, എന്ത് എഴുതും നമ്മൾ കോമൺ ആയിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിൽ പവർ ഏതാണോ കുറവ് അതായിരിക്കും എഴുതുന്നത് അല്ലേ? കറക്റ്റ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണെന്നുള്ളത്. എന്ത്? അപ്പോൾ 2 to the power 1, that is 2 is the HCF. ഇവിടെ 2 ആണ് HCF. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 എന്തുകൊണ്ട് എഴുതിയില്ല? കാരണം ഇതിൽ കോമൺ അല്ല. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമ്മൾ നോക്കുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 സംഖ്യയിലും ഉണ്ടാവണ്ടേ? പക്ഷെ ഇതിൽ 3 എന്ന് പറയുന്നത് മുകളിലത്തെ സംഖ്യയിൽ ഇല്ല. അപ്പോൾ നമ്മൾ അത് എടുക്കുമോ? എടുക്കൂല. ഓക്കെ, എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? 2ന്റെ പവർ മാത്രം നോക്കുള്ളൂ. 2ന്റെ പവർ 1 is the HCF. that is 2 ആണ് ഇത് രണ്ടിലും സംഖ്യയിലും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഈ രണ്ടിലും കോമണും ആണ്, ഏറ്റവും ഹയസ്റ്റും ആണ് കോമൺ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 2 ആണ് ഇതിലുള്ള സംഖ്യ. ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ഡിഫറൻസ് മെത്തേഡ്. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നമ്മളിപ്പം പഠിച്ചത് എന്താണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലേ? ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം ആക്കാം നമുക്കിതിന്. ഓക്കെ, ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. ആദ്യം ഇതിനെ നിങ്ങൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ടൈമറൊന്നും വയ്ക്കണില്ല, നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 16ഉം 28ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കാൻ നോക്ക്. പെട്ടെന്നാവട്ടെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, ചെയ്താ? നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ചെയ്തോ. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ നേരം നമ്മൾ ചെയ്ത പിള്ളേർ കിട്ടിയവർ എന്താണ് ബോറടിക്കും അല്ലേ? നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പോസ് ചെയ്തോ ധൈര്യമായിട്ട് പോസ് ചെയ്തോ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. 16 നമ്മൾ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് എടുക്കണം കേട്ടോ. ഫാക്ടറൈസേഷൻ മെത്തേഡ് FM എന്ന് എഴുതാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 എന്താണ്. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് എഴുതിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഴുതിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുതിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. എഴുതിപ്പിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. 2⁻1 = 2, 2⁻2 = 4, 2⁻3 = 8, 2⁻4 എത്രയാണ്? 2⁻4 എത്ര? 16 അല്ലേ? 2⁻5 എത്രയായിരിക്കും? ഇവിടെ 32. ഓക്കെ, പിന്നെ 2⁻6 എത്രയാണ്? 64. 2⁻7 = 128. ഓക്കെ, 2⁻8 എത്രയാണ്? 256.
2 raised to 9 equal to എത്രയാണ് 512. ഓക്കെ 2 raised to 10 equal to എത്രയാണ് 1024. ഓക്കെ എന്നിട്ട് അടുത്ത് വരുന്നത് 2 raised to 10 അല്ലേ 2 raised to 11 equal to എത്രയാണ് 2048. അടുത്ത് 2 raised to 12 equal to എത്രയാണ് 4096. ഇത്ര ഒന്ന് കാണാപ്പാടം പഠിക്കാൻ നോക്ക്, വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിന് ആയിക്കോളും. ഓക്കെ അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. എന്താണ് സോറി അടുത്ത് ഇത് സോൾവ് ചെയ്യാം നമുക്ക്. ഓക്കെ അപ്പോൾ ഇതെന്താണ് ആക്ച്വലി നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്ക് 2 raised 16 അല്ലേ 2 raised to എന്താണ് 16 എന്ന് പറഞ്ഞാൽ 2 raised to 4 കണ്ട 2 raised to 4 ആണ് 16 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തറിയാം 2 raised to 4 എത്രയാണ് 16 ആണ്. അപ്പോൾ നമ്മൾ 16 എങ്ങനെ എഴുതും ഈക്വൽ 2 raised to 4. അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത്ര ഉള്ളൂ. അടുത്ത് ഇവിടെ 28 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആകുമ്പോൾ എത്രയാണ് 2 into 14 is 28. അടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക 2 into 7 is എത്ര 14. 7നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ് ഇത് പ്രൈം നമ്പർ ആണ്. ഓക്കെ അപ്പോൾ 28ന്റെ ഫാക്ടേഴ്സ് എത്രയാണ് ഈക്വൽ ടു 2 raised to 2 into 7 അല്ലേ. 2 പ്രാവശ്യം 2 ഇല്ലേ, അപ്പോൾ 2 raised to 2 ആവൂലേ. നമ്മൾ എത്രയാണ് ഏതൊക്കെയാണ് നോക്കണത്, ഇത് നമ്മൾ നോക്കൂല. ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് HCF എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് നമ്പറിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടിലും കോമൺ ആയിരിക്കണം, ഹയസ്റ്റ് ആയിരിക്കണം. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ രണ്ടിൽ പവർ ഉള്ളതിൽ ചെറിയ പവർ ആയിരിക്കും നമ്മൾ എടുക്കണം. കാരണം എന്താണ്, ഈ 2 raised to 2 മാത്രമേ കോമൺ ഉള്ളൂ രണ്ടിലും. മറ്റേ ബാക്കിയുള്ള 2 raised to 2 എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എഴുതാം 2 raised to 2 into 2 raised to 2. ഇത് രണ്ടും കോമൺ ആണ്, ഇതെന്താണ് എക്സ്ട്രാ ആണ്, മനസ്സിലായോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതെടുക്കൂല, ഇതിനെ എടുക്കൂല, എന്നിട്ട് ഇതിനെന്ത് ചെയ്യും, ഇതിനെടുക്കും. അപ്പോഴെന്താണ് 2 raised to 2 മാത്രം വരും. കാരണം 7 raised to 1 ഇവിടെ ഒരു സംഖ്യ ഉണ്ടെങ്കിലും രണ്ട് സംഖ്യയിലും അത് കോമൺ അല്ല. എന്ന് വെച്ചാൽ ഈ 16 എന്ന് പറയുന്നതിൽ 7 raised to 1 ഇല്ല. ഓക്കെ 16 എന്ന് പറയുന്നതിൽ 7 raised to 1 ഇല്ല. അതുകൊണ്ട് നമ്മൾ HCF എഴുതുമ്പോൾ 2 raised to 2 അല്ലെങ്കിൽ എന്താണ് പറയുന്നത് 4 ആണ് ഇതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്കറിയാം എന്താണ്, കാണുമ്പോൾ നമുക്കറിയാം ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 4 into 7 ആണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണ് 4. കണ്ടാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ് ഇത്, കാരണം ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അടുത്ത് ഒരു 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച്. ഓക്കെ അടുത്ത് ഈ 32ന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 32 അഗൈൻ വരുന്നത് എന്താണ്, നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് എന്താണ് 32 നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2ന്റെ പവറിൽ വരുന്നതാണ്. 32 എന്ന് പറഞ്ഞാൽ 2 raised to 5 ആണ്. ഇവിടെ കാണാമോ നിങ്ങൾക്ക് 2 raised to 5 ആണ് 32. ഓക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 32ന് എന്ത് എഴുതും, 32 ഈക്വൽ ടു എന്താണ് 2 raised to 5 എന്ന് എഴുതും. ഓക്കെ അതെങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്ക്വേർഡ് എടുത്തോ, അല്ലെ ബാക്ക് അടിച്ചിട്ട് ഒരു 5 സെക്കൻഡ് ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും സാധനം. ഓക്കെ പിന്നെ വരുന്നത് 54നെ സ്പ്ലിറ്റ് ചെയ്യണം, കാരണം 2ന്റെ പവറിൽ വരുന്നതല്ല, 2ന്റെ മാത്രം പവറിൽ വരുന്നതല്ല. ഓക്കെ 54 ആണെങ്കിൽ ഇവിടെ 2 കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇത് 27 ആവും. 27 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം 3 into 9 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ 9 ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം 3 into 3. ഞാൻ സ്പീഡ് കൂടി പോകണമെങ്കിൽ കമന്റ് ചെയ്ത് പറയാം, അടുത്ത വീഡിയോയിൽ ഞാൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ കുറയ്ക്കാം എന്തായാലും സ്പീഡ്, അല്ലേ. കാരണം സ്പീഡ് കൂടി പോകണമെന്ന് എനിക്കൊരു സംശയം, ചിലർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂലായിരിക്കും. ഇതൊക്കെ 2 into 27 ആണ് 54, 2 into 27 ആണ് 54, അല്ലേ. 3 into 9 ആണ് 27. നമ്മൾ അതിനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്, അതായത് 27നെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കും, എന്ന് വെച്ചാൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. എന്നിട്ട് ആ സൈഡിൽ ഇനിയും സ്പ്ലിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ആ സൈഡിൽ വെക്കുക. അപ്പോൾ അതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 ഇനി അതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം നമ്മൾ പ്രൈം നമ്പർ വരെ എത്തിച്ച്, നമ്മളെ ഉദ്ദേശം അതാണ് പ്രൈം നമ്പർ വരെ എത്തിക്കുക. ഓക്കെ ഇനി 54ന്റെ നമുക്ക് ഫാക്ടേഴ്സ് നോക്കാം. 54ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഉണ്ട്, 2 raised to 1 into ഇത് എത്രയാണ് 3 എന്ന് പറഞ്ഞാൽ 3 raised to 3 അല്ലേ. ഇനി നിങ്ങൾ തനിയെ പറ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറ ആൻസർ എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ് 2. രണ്ടിലും കോമൺ എന്താണ് 2. എന്നിട്ട് അതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് 2 raised to 1. ഞാൻ പറഞ്ഞു 2 raised to 1 എന്തുകൊണ്ട് എടുക്കണേ, രണ്ടിൻ്റെയും പവർ രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ പവർ ഏതാണോ ചെറുത് അതായിരിക്കും നമ്മളെ HCF. പവർ ഏതാണോ ചെറുത് അതാണ് നമ്മളെ HCF. കാരണം എന്താണ്, ഇത് മാത്രമേ കോമൺ ഉള്ളൂ, ബാക്കി 2 raised to 4 നമ്മളെ ഈ സംഖ്യയിൽ ഇല്ല, മനസ്സിലായോ. ഈ സംഖ്യയിൽ 2 raised to 4 ഇല്ല, എന്നാൽ ഇവിടെ 2 raised to 1 into 2 raised to 4 ഉണ്ട്. അപ്പോൾ 2 raised to 1 രണ്ടിലും കോമൺ ആണ്, ഹയസ്റ്റ് ആണ്, കോമൺ ആണ്. കാരണം ഇവിടെ ഹയസ്റ്റ് ഇതാണ് 2 raised to 1, അപ്പോൾ അവിടെ കോമൺ രണ്ടിലും. മനസ്സിലായോ നിങ്ങൾക്ക് ഹയസ്റ്റ് കോമൺ എങ്ങനെയാണെന്നുള്ള ഉദ്ദേശം വരണമെന്ന്. അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ ഇവിടെ 2 raised to 1 എന്നുള്ള സംഖ്യ എടുക്കും നമ്മൾ.
പിന്നെ ബാക്കി പറഞ്ഞ എന്താണ് 3/3. അതെന്താണ്, രണ്ടിലും ഇല്ല അല്ലേ, വെറും ഈ ഒരു സംഖ്യയിലേ ഉള്ളൂ. 3/3 എന്ന് പറഞ്ഞാൽ 32-ൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യും, എടുക്കൂല. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ എന്താണ് HCF എന്ന് പറഞ്ഞാൽ എന്താണ് 2/1 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് 10 and 30. ഓക്കെ, HCF ഓഫ് 10 and 30 നിങ്ങൾ കണ്ടുപിടിച്ചോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 30-40 സെക്കൻഡ് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ ഇട്ട് തരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ചെയ്യാമല്ലോ, സ്റ്റോപ്പ് വാച്ച് ഇട്ട് തരാം. ഓക്കെ, സ്റ്റാർട്ട്. 30 സെക്കൻഡ് വരെ നോക്കിയോ, ചെയ്തോ. ഓക്കെ, സോറി, നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ഓക്കെ, ഇനി നമുക്ക് ഈ 2 HCF കാണാം. ഇത് വലിയ ഒരു പാടായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. എന്താണ്, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, സോറി 1 സെക്കൻഡ്, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, 2ഉം 5ഉം ആയിട്ട് വരും അല്ലേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് 6 into 5 എന്ന് പറയാം. അപ്പോൾ 6നെ നമ്മൾ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 2ഉം 3 എന്നും വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമൺ ഇത് ഫസ്റ്റ് 10ൻ്റെ നോക്കുകയാണെങ്കിൽ എന്താണ് 2 into 5 അല്ലേ, 2/1ഉം 5/1ഉം. എന്നിട്ട് 30യുടെ പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത് 2/1 into 3/1 into 5/1. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ നോക്കണം HCF നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നോക്കണേ, രണ്ടിലും കോമൺ ആയിട്ടുള്ള സാധനം ഏതൊക്കെ രണ്ടിലും കോമൺ ഉണ്ട്, 2ഉം കോമൺ ഉണ്ട്, 5ഉം കോമൺ ഉണ്ട്, 3 ഉണ്ടോ ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക, അതിനെ കളയാം. 2/1 രണ്ടിലും കോമൺ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്താണ് 2/1 എഴുതും. ഇൻറ്റു 5/1ഉം കോമൺ ആണ്, അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ 5/1 എന്ന് നമ്മൾ എഴുതും അടുത്ത്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് സംഭവം കിട്ടും. എന്താണ് ഫാക്ടർ എന്താണ് ആക്ച്വലി HCF എന്താണ് 10 ആണ്. ഓക്കെ, 10 is the HCF ഓഫ് ദിസ് നമ്പർ. ക്ലിയർ ആണല്ലോ? ശരി, ഇനി അടുത്തൊരു സംഖ്യ ചെയ്യാം നമുക്ക്. ഈ ഒരു നമ്പർ ചെയ്തോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ നമ്പർ എത്ര ആയിരിക്കും ആൻസർ എന്ന്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടാത്തവരെന്ത് ചെയ്യണം, പോസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ ചെയ്തതല്ല, നമുക്കിപ്പോൾ ഇവിടെ 2 into 10 എന്നുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് 2 into 10. ഓക്കെ,
എന്നിട്ട് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 2 into 5 ആവും നമുക്ക്. ഓക്കെ, അടുത്ത് ഇവിടെ എന്താണ് പറഞ്ഞത്? 2 into എത്ര? 44. 44നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ 2 into 22. ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ 2 into 11. ഓക്കെ, തന്നല്ല. ഇനി ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 20യുടെ ഫാക്ടേഴ്സ് എത്രയാണ്? 20യുടെ ഫാക്ടേഴ്സ് 2 into 5 അല്ലേ? 2 2 ഉണ്ട്, 5 1. ഓക്കെ, അടുത്ത് 88ന്റെ ഫാക്ടേഴ്സാ? 88ന്റെ ഫാക്ടേഴ്സ് എത്ര 2 ഉണ്ട്? 1 2 3. ഓക്കെ, 2 എത്രയാണ്? 3 ഇൻറ്റു എത്രയാണ്? 11. 11 എന്താണ്? 1. 11 ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ HCF എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇനി ചെയ്യാനുള്ളതെന്ന് അല്ലേ? HCF എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? ഇവിടെ നോക്ക് 2 ആണ് പവർ, ഇവിടെ 2 അപ്പോൾ ഇത് രണ്ടിലും യാതെടുക്കും നമ്മൾ? ചെറിയ പവർ ഉള്ളത് അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? 2 ഇൻറ്റു 5 1 ഇവിടെ ഉണ്ടാ? കോമൺ ആണ് അത്? അല്ല, അതുകൊണ്ട് അത് എടുക്കൂല. അടുത്ത് 11 അവിടെ മുകളിലുണ്ടാ? ഇല്ല, അതുകൊണ്ട് അത് കോമൺ അല്ലാത്തതുകൊണ്ട് അത് എടുക്കൂല. സോ നമ്മൾ ആൻസർ എന്താണ്? HCF = 4 എന്നാണ് നമ്മൾ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. വലിയ ടെൻഷൻ എടുക്കാനുള്ള സാധനം ഒന്നും ഇല്ല. ഓക്കെ, ശരി, കുറച്ചുകൂടെ വലിയൊരു സംഖ്യ ചെയ്യാം നമുക്ക്. ഓക്കെ, ഈ ഒരു സംഖ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്തോ? ഓക്കെ, ഞാൻ ഒരു കുറച്ച് നേരം കൂടെ തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, ശരി, നിങ്ങളൊന്ന് പോസ് ചെയ്തോ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ പോസ് ചെയ്തോ. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, പോസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ സോൾവ് ചെയ്യ ക്വസ്റ്റ്യന് എന്നിട്ട് കമൻറ്റ് ചെയ്ത് ആൻസർ എഴുതിക്കോ വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി അൺപോസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാം ആൻസർ എങ്ങനെയാണെന്ന്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ്? യൂണിറ്റ് പ്ലേസിൽ എന്താണ്? 5 ആണ്. സോ ക്ലിയർലി ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാം? 5ന്റെ രീതിയിൽ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. 5 ഇൻറ്റു എത്ര ആയിരിക്കും? 9. അത് 9നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 3യും 3യും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. തന്നെയല്ല, 9നെ 3യും 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫർദർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് എത്രയായി? അപ്പോൾ നമ്മൾ 45ന്റെ നമുക്ക് എന്താ അറിയാം? ഫാക്ടേഴ്സ് എത്രയാണ്? 5 to the power 1, കാരണം 5 ഒന്നേ ഉള്ളൂ. 3 to the power 2, കാരണം 3 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അടുത്ത് ഇവിടെ വരാണെങ്കിൽ 5ന്റെ പവറിൽ എടുത്തോ, നമുക്ക് ശകലം എക്സ്റ്റെൻഡ് ചെയ്യാം ബ്രാഞ്ച്. 5ന്റെ പവർ 5 എടുക്കുകയാണെങ്കിൽ എന്താണ്? 49ൽ എത്ര? 9 ടൈംസ് അല്ലേ? പിന്നെ 4 45 എന്ന് പറയുമ്പോൾ പിന്നെ 9 ടൈംസ്. ശരി, ഒരിക്കലും തന്നെ സ്പ്ലിറ്റ് ചെയ്യാം ഫർദർ. ഇതിനെന്താണ്? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 3 എന്ന് പറയുമ്പോൾ 33. ഇനി ഈ 3നെ എന്താണ്? ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം. 3 into 11 എന്ന്. അപ്പോൾ ഇതായിരിക്കും മെയിൻ ആയിട്ട് അതിന് മാക്സിമം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് 495നെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും നമുക്ക്? 5 ഉള്ളതുകൊണ്ട് 5 പവർ ഉണ്ട്, പിന്നെ 3 ഉണ്ട് അവിടെ. അപ്പോൾ 3 എത്രയാണ്? 2 ഇതുണ്ട് അല്ലേ? 3 ഇൻറ്റു എന്താണ് ബാക്കി? 11. ഒന്നേ ഉള്ളൂ അല്ല? അപ്പോൾ 11 അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നോക്കുകയാണെങ്കിൽ 5 രണ്ടിലും കോമൺ ആണ്, ഹയസ്റ്റും ആണ്. 3 രണ്ടിലും കോമൺ ആണ്, ഹയസ്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ HCF എന്തായിരിക്കും? നമ്മളിൽ HCF എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? അതാണ് 5 ഇൻറ്റു 3 ഈക്വൽ ടു എന്താണ്? 45. ഇനി ഒരു ചോദ്യം ചിലപ്പോൾ ചിലവരെ മനസ്സിലൊരു വീണ്ടും ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടും വീണ്ടും ഒരു ചവിട്ട് വരാം. 11 എന്തുകൊണ്ടാണ്? 11 എന്തില്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് HCFന്റെ ഭാഗമായിട്ട് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ അല്ല, വെറും 495ന്റെ ഫാക്ടറാണ്. 495ന്റെ ഡിവൈസർ ആയിട്ട് വരാം, അല്ലാതെ രണ്ടിലും അത് കോമൺ അല്ല. അതുകൊണ്ട് നമ്മൾ 11 എടുക്കൂല. ക്ലിയർ ആണല്ല? ശരി, ഓക്കെ. അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും മുമ്പ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത മെത്തഡിലോട്ട് പോകാം. ഓക്കെ, 6 ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ചെയ്ത്. ഓക്കെ, ഡിഫറൻസ് മെത്തേഡ് ഒന്ന് പഠിക്കാം. ഡിഫറൻസ് മെത്തേഡ് പഠിച്ചിട്ട് വീണ്ടും നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യൻസിനെ ഡിഫറൻസ് മെത്തേഡിൽ ചെയ്ത് പഠിച്ചിട്ട് പിന്നെ മുന്നോട്ട് നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ഫ്രണ്ടിലോട്ട് പോകാം. ഓക്കെ, എല്ലാം നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്, അതുകൊണ്ട് പഠിച്ചു പോയാലേ പറ്റൂ. ഓക്കെ, ശരി, ഡിഫറൻസ് മെത്തേഡ് എടുക്കാം. അപ്പോൾ ഡിഫറൻസ് മെത്തേഡിന് അഗൈൻ നമുക്കൊരു സിമ്പിൾ നമ്പർ എടുക്കാം. ഓക്കെ, സിമ്പിൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നേരത്തെ എടുത്തത് തന്നെ 18ഉം 24ഉം എടുക്കാം. ഓക്കെ, 18ഉം 24ഉം അങ്ങനെ രണ്ട് നമ്പർ നമ്മൾ എടുത്തു. 18ഉം 24ഉം ആയിട്ട് നമ്മൾ സംഖ്യ എടുത്തു. ഓക്കെ, അടുത്ത്
ഡിഫറൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പേരിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മളിൽ ഉള്ള സംഖ്യയുടെ ഡിഫറൻസ് എടുക്കുക, രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്രയാണ്? 24 മൈനസ് 18 എത്ര വരും നമുക്ക്? 6 ഡിഫറൻസ് കിട്ടി. ശരി, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സംഖ്യ ഗിവൺ നമ്പറിന്റെ ഡിഫറൻസ് എടുക്കും, രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കും. രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അടുത്ത് നോക്കണത്? ഈ സംഖ്യ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കുക. മനസ്സിലായ? ഈ സംഖ്യ വെച്ച് ഇതിന്റെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ എന്താണ് നോക്കണേ? ഈസ് 6 ദ ഫാക്ടർ ഓഫ് 18? 6 18ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. ഓക്കെ, 6 18ന്റെ ഫാക്ടർ ആണോ? ആണ്. 6 3s are 18, അതുകൊണ്ട് ഫാക്ടർ ആണെന്ന് അറിയാം. 6 24ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ 24 കട്ടായി പോവോ? ഫുള്ളായിട്ട് ആവും. അപ്പോഴും നമുക്ക് എന്തറിയാം? ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാണ് പ്രോപ്പറായിട്ട്. രണ്ടിനെയും ഈ സംഖ്യ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളെ HCF. വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. ഇത് തന്നെയാണ് നിങ്ങളെ HCF. ക്ലിയർ ആണോ? അഥവാ ഇത് രണ്ടിനെയും പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അർത്ഥം എന്താണ്? 6 തന്നെയാണ് എൻ്റെ HCF. ഇനി നിങ്ങൾ ചോദ്യം വരും, സാർ അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ശരിയൊരു ചോദ്യമാണ്, നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റില്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതിന് ഉത്തരമുണ്ട് നമ്മളിൽ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു സംഖ്യ എടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ സംഭവം ഉണ്ടാകണം. സപ്പോസ് ഈ രണ്ടിൻ്റെയും ആ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം നമുക്ക്. 32 56. ശരി, 56 ഏതാണ് എടുക്കാം നമുക്ക്? 56 57 പ്രൈം നമ്പർ ആവും. വേണ്ട, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എത്ര വരും? പറ, ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എത്ര വരും? സോറി, 57 പ്രൈം നമ്പർ അല്ല, 19ന്റെ മൾട്ടിപ്പിൾ ആണ്. സോറി, 32 57 എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 24 വരും അല്ലേ? തന്നെ അല്ല, 24 അല്ലേ ഡിഫറൻസ്? തന്നെ 24 ഡിഫറൻസ് ആണ്. ഇനി എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടെ, 24 വെച്ച് 32നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 24 വെച്ച് 32നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 24 വെച്ച് 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 24 2s are 48. 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈദർ ദ ഡിഫറൻസ് ഈസ് ദ ഫാക്ടർ. ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഫറൻസ് മെത്തേഡിൽ ആ ഡിഫറൻസ് ഫാക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ HCF ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഡിഫറൻസിന്റെ ഫാക്ടേഴ്സ് HCF ആയിരിക്കാം. ഫാക്ടേഴ്സിൽ ഒന്ന് HCF ആയിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ഇപ്പൊ ഈദർ ഇത് കട്ടായി പോവാണെങ്കിൽ കംപ്ലീറ്റ് എങ്കിൽ അതാണ് ശരി. ഇനിയിപ്പോൾ കട്ടാവണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ 2 ടൈംസ് നമ്മൾ 1 ടൈം നോക്കി, 24 1 ടൈം എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കി നടന്നില്ല. അപ്പോൾ 24 2 വെച്ച് നോക്കുകയാണെങ്കിൽ 2 കട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? 12 വരും. അപ്പോൾ നമ്മൾ നോക്കണം അടുത്ത സ്റ്റെപ്പ് എന്താണ്? 12 മൾട്ടിപ്പിൾ ആണോ? 12 കൊണ്ട് ഫുള്ളായിട്ട് കട്ടായി പോവോ? ഇത് 12ന്റെ ടേബിളിൽ വരുമോ? ഇത് വരില്ല. 12 ഇതിന്റെ ഫാക്ടർ അല്ല, കാരണം 12 2s are 24 ആണ്, 3s are 36 ആണ്. അപ്പോഴത് കട്ടായി പോവില്ല. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? 3 എന്താണ്? 3 ആക്കുകയാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ 24ന് എന്ത് വരും? 8. അങ്ങനെയാണെങ്കിൽ 8 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇത് 4 വരും. എന്നിട്ട് 8 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 7 വരും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 8 കൊണ്ട് 32നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 8 ആണ് HCF. 8 കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണ്? 8 ആണ് HCF. ഇനി നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് എഴുതിയത്? ഓക്കെ, ഇവിടെ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ താഴെ വരെ പോകും, പിന്നെ അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഇനി ഫർദർ എന്തോ ഇതിന് 3 ആയി 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 അല്ലേ? പിന്നെ എന്താണ്? ഒന്നും വരില്ല, കാരണം ഇനി റിപ്പീറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ടും ഇതും ഫാക്ടർ അല്ലെങ്കിൽ അടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്യും. നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നിലവിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഇതാണ് നമ്മളെ HCF. ഓക്കെ, HCF എന്താണ്? ഇതിൻ്റെ HCF = 8. കാരണം എന്താണ്? 8 കൊണ്ട് നമുക്ക് ഇതിനെയും ഡിവൈഡ് ചെയ്യാം കംപ്ലീറ്റ്ലി. 8 കൊണ്ട് 7 ആവും, എന്നിട്ട് ഇതുണ്ട് 4 ആവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് 8 നമ്മളെ HCF ആണ്. ക്ലിയർ ആണ്? ഇതാണ് എൻ്റെ നമ്മളെ മെത്തേഡ്. എന്താണ്? ഡിഫറൻസ് മെത്തേഡ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഡിഫറൻസ് മെത്തേഡിൽ. ഓക്കെ, ഡിഫറൻസ് മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന് 16ഉം 28. 16 28ന്റെ ഡിഫറൻസ് എത്രയാണ്? 12 ആണ്. തന്നെയല്ല, 12 കൊണ്ട് കട്ട് ചെയ്യോ 16നെ? 12 16നെ കട്ട് ചെയ്യോ? പറ, നിങ്ങൾ ആലോചിച്ചിട്ട് പറ. 12 16നെ കട്ട് ചെയ്യോ? കട്ട് ചെയ്യില്ല. 12 28നെ കട്ട് ചെയ്യോ? കട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. എന്താണ്? 2 ടൈംസ് നോക്കുകയാണെങ്കിൽ ഇത് 6 കൊണ്ട് 16നെ കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നിനെ കട്ട് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ അർത്ഥം തീർന്നു, അവിടെ നടക്കൂല പരിപാടി. രണ്ടിനെയും പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് ഡിവിസിബിൾ ആയിരിക്കണം, എന്നാലേ പോസിബിൾ ഉള്ളൂ.
അപ്പോൾ അത് പോസിബിൾ അല്ല. അടുത്ത 3 നോക്കുക. 3 4s അല്ലേ 12. അപ്പോൾ 4 കൊണ്ട് നോക്കാം. 4 കൊണ്ട് ഇത് ഡിവിസിബിൾ ആണ്. 4 16നെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയും. 4 28നെയും കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 4. HCF 4 ആണ്, ഈക്വൽ ടു 4. കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സാധനമല്ലേ അതൊക്കെ. നേരത്തെ കണ്ടുപിടിച്ച മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡിലും നമുക്ക് HCF എന്താണ് 4 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്താണ് മെത്തേഡ്? നമ്മളെ ഡിഫറൻസ് മെത്തേഡ്. ഓക്കെ, ഡിഫറൻസ് മെത്തേഡിലും നമുക്ക് എന്താണ് കിട്ടിയത്? ഡിഫറൻസ് മെത്തേഡിലും നമുക്ക് HCF 4 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ 32 54 നമ്മൾ എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്തില്ല. ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. സോറി, നിങ്ങൾ ഒരിക്കൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്ക്, പിന്നീട് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ടൈം സ്പെൻഡ് ചെയ്യുക, അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം എന്ത് ചെയ്യുമെന്ന്. ഓക്കെ, കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഇനി ട്രൈ ചെയ്തോ, കുഴപ്പമില്ല. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ഇതിനെ നമ്മൾ ഇത് നമ്മൾ ഡിഫറൻസ് മെത്തേഡ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ DM എന്ന് എഴുതിക്കാം. ഓക്കെ, സോറി, DM ഡിഫറൻസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ഡിഫറൻസ് എടുക്കുക? ഡിഫറൻസ് എന്താണ്? 22 ആണ് ഡിഫറൻസ്. തന്നല്ല, സംശയം ഉണ്ടോ? 32 54 32 മൈനസ് ചെയ്താൽ 22 ആണ് ഡിഫറൻസ്. 22 ഡിഫറൻസ് ആണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സോറി, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കണം 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. കണ്ടാൽ അറിയാം നമുക്ക് ഇത് 2നെ 22 ഡിവൈഡ് ചെയ്യൂല എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. 2 ടൈംസ് ആകുമ്പോൾ ഇത് 11 കൊണ്ട് കട്ട് ചെയ്യോ? 11 കൊണ്ട് കട്ടാവോ ഇത് രണ്ടും? ഇല്ല. 11 3s are 33, 11 5s are 55 ആണ്. അതുകൊണ്ട് 11 അതിനെ കട്ട് ചെയ്യൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിർത്തിയിട്ട് ഇനി ഈ സൈഡിലോട്ട് വരും. ഈ സൈഡിൽ എന്താണ്? 2 കൊണ്ട് കട്ടാവോ? കട്ടാവും. 16 വരും. 2 കൊണ്ട് കട്ടാവോ? കട്ടാവും. 54 വരും. അപ്പോൾ 2 കൊണ്ട് ഇതിനെയും കട്ട് ചെയ്യും, 2 കൊണ്ട് ഇതിനെയും കട്ട് ചെയ്യും. അപ്പോൾ ഇതെന്താണ്? കട്ട് ചെയ്യുകയാണെങ്കിൽ 16 വരും. ഇത് ആണെങ്കിൽ എത്രയാണ്? 27. ഞാൻ വേറെ എന്താണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞത്. ഓക്കെ, 16 27 വരും. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ആണ് നമ്മളെ HCF. HCF is equal to what? Equal to 2. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ പഠിച്ചതിൽ ആൻസർ ഇത് തന്നെയാണോ നോക്കുക. ഓക്കെ, ഇത് ഇപ്പം പഠിച്ച മെത്തേഡല്ലേ. ഓക്കെ, 32. ഇത് കഴിഞ്ഞ മെത്തേഡ്. അതിൽ ആൻസർ 2 തന്നെയാണ്. ഇപ്പോഴത്തേലും 2 തന്നെയാണ്. ഓക്കെ, നമ്മൾ താഴത്തെ ക്വസ്റ്റ്യനിലായിട്ട് ചെയ്ത് കളഞ്ഞ് അറിയാതെ മാറിപ്പോയി. ഓക്കെ, പോട്ട് കുഴപ്പമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. ഓക്കെ, 20 ആണ് ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 20 ആണ്. നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ അറിയാം. 30 - 10 20. ഇനി 20 എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യില്ല, 10നെ ഡിവൈഡ് ചെയ്യില്ല. ഒന്നിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫുൾ ആയിട്ട്. എന്നാൽ അതിനെ വിട്ട് കളയണം, അത് ഡിവിസിബിൾ അല്ല. ശരി, ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം. 1 10. ഓക്കെ, 1 അല്ല 2 10 അല്ലേ.
2ഉം 10ഉം. ഇനി 2ഉം 10ഉം നോക്കുമ്പോൾ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. രണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഫർദർ നോക്കാനില്ല. HCF എത്രയാവും? നമ്മൾ HCF ഈക്വൽ ടു എത്രയാണ്? 10 എന്നുള്ളത് നമ്മൾ ആൻസർ വരും. ക്ലിയർ ആണ്? HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് ആൻസർ. ഓക്കെ, അടുത്ത് ഓക്കെ, ഇത് നമ്മൾ അടുത്തത് എടുത്തില്ലല്ലോ സ്ലൈഡ്. ശരി, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്തോക്ക് ക്വസ്റ്റ്യൻ ചെയ്തോ, എന്നിട്ട് നമുക്ക് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ചെയ്താ? ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്തോക്ക്. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡിഫറൻസ് നിങ്ങൾക്കറിയാം, 20ഉം 88ൻ്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. എന്നാലും നമുക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. 68 ആയിരിക്കും ഡിഫറൻസ് അല്ലേ? 88 മൈനസ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കും കാൽക്കുലേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം. ഞാൻ നിങ്ങൾക്ക് സ്പീഡ് മാത്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 പാർട്ടുണ്ട്, അത് പോയി നോക്കുക. ഓക്കെ, 3 പാർട്ടോ 2 പാർട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അത് നോക്കുക. 68 ആണ്. ഓക്കെ, 68. അപ്പോൾ ഡിഫറൻസ് 68 ആണ്. 68 കൊണ്ട് നമുക്ക് 20 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണം 2 കൊണ്ട്. അപ്പോൾ എത്രയാവും? 34 വെച്ചും 20 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ ഫർദർ എന്താണ്? 3 കൊണ്ട് പോവുമോ? 3 കൊണ്ട് പോവില്ല. 4 കൊണ്ട് പോവോ? 4 കൊണ്ട് പോവും. 3 കൊണ്ട് എന്ത് പോകാത്തെന്ന് അറിയാല്ല. 3 2 ടൈംസ് ഉണ്ട്. ഇത് 3 2 ടൈംസേ ഉള്ളൂ. പിന്നീട് ഫർദർ 2 ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് പോവില്ല. 4 കൊണ്ട് നോക്കാം. 4 കൊണ്ടാണെങ്കിൽ പോവും. എത്രയാണ്? 1 ടൈം 28 ആവും. 28 എന്ന് പറഞ്ഞാൽ 7 തവണ അല്ലേ? 17. 17ൻ്റെ ഡിവൈഡ് ആവുമോ? 20. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 20? ഇല്ല. അതുകൊണ്ട് ഇത് നമ്മളെ ആൻസറേ അല്ല. അപ്പോൾ ഇനി നമ്മൾ ഈ സൈഡിലോട്ട് വരും. ഓക്കെ, ഇനി നോക്കണം എന്താണ്? 4 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ്? ഇതിനെ ഡിവൈഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? ഇത് 5. എന്നിട്ട് 4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് എത്ര വരും? ഇത് എത്ര വരും? 4 കൊണ്ട് ചെയ്താൽ 2 22 അല്ലേ? അപ്പോൾ രണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ആവണമുണ്ട്. HCF എന്തായിരിക്കും? നമ്മളത് ഈക്വൽ ടു 4 ആയിരിക്കും. 4 ആയിരിക്കും നമ്മളെ HCF. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ്? 4 ഇസ് ദ HCF ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അല്ലാത്ത മറ്റേ FM മെത്തേഡ് അല്ലേ, ഇതെന്താണ് പറയുന്നത്, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ആൻസർ എന്തായിരുന്നു? 4 തന്നെയായിരുന്നു. ഓക്കെ, സോ വി ആർ അഗെയിൻ ഫൗണ്ട് ദ കറക്റ്റ് ആൻസർ. ഇനി ശരി, അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിൽ ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്രോസ് റെഫറൻസ് ചെയ്ത് തരണത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഞാൻ പറഞ്ഞില്ലേ എവിടെ യൂസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. ഡിഫറൻസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പക്ഷെ ഡിഫറൻസ് അത്രയ്ക്കും ഭയങ്കര വലുതല്ല. ഡിഫറൻസ് എപ്പോഴാണോ ഈ ചെറിയ രണ്ടിലുള്ളതിൽ ചെറിയ സംഖ്യയെ കാട്ടിയും ഒരുപാട് വലുതാവുകയാണെങ്കിൽ ഡിഫറൻസ് എന്താണ്? 2 സംഖ്യയുടെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈ 2 സംഖ്യയുടെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? 450 ആവും. 450 ഇത് 3-ലുള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 45 ആണ്. 450 സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെയാണ് വേർ ദ സ്മോളസ്റ്റ് ഗിവൺ നമ്പർ എന്താണ്? ഈസ് ലെസർ ദാൻ ദ എന്താണ്? ഡിഫറൻസ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്മോളസ്റ്റ് നമ്പർ വെച്ച് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നിന്ന് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായ സംഭവം ഞാൻ പറഞ്ഞത്? ഒരിക്കലും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ 2ൻ്റെയും ഡിഫറൻസ് എടുക്കും. ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 450. 450ൻ്റെ ഫാക്ടർ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഒരു ട്രീ തന്നെ ഉണ്ടാവും, ഒരു റൂട്ട് അങ്ങ് ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ അതേ സമയം 45ൻ്റെ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് കിട്ടും. അതിൽ ഒരു പ്രശ്നമില്ല. 45ൻ്റെ ഫാക്ടർ നമുക്ക് വളരെ എളുപ്പത്തിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എളുപ്പ വഴി നോക്കണോ പാടുള്ള പണി നോക്കണോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഡിഫറൻസ് അഥവാ ഇതിലുള്ളതിൽ ആ തന്നേക്കണ സംഖ്യയിൽ ചെറിയ സംഖ്യയെ കാട്ടിയും ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ ഡിഫറൻസ് മെത്തേഡിൽ നോക്കുള്ളൂ. ഇനി ഡിഫറൻസ് ഈ 2 സംഖ്യയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് തന്നേക്കണ ചെറിയ സംഖ്യയെ കാട്ടിയും ആ ഡിഫറൻസ് ഒരുപാട് വലുതാണെങ്കിൽ നമ്മൾ ഡിഫറൻസ് മെത്തേഡ് ഫോളോ ചെയ്യൂല. കാരണം ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ പണി കൂടുതലാവുകയാണ്. നമ്മൾ പണി കുറയ്ക്കാനാണ് നോക്കണത്, കൂട്ടാനല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ DM മെത്തേഡ് അല്ല യൂസ് ചെയ്യണത്. ഇവിടെ എന്താണ് യൂസ് ചെയ്യണത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യണത്. വൈ? ബിക്കോസ് ഇവിടെ ഞാൻ എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വേണ്ട. ബിക്കോസ്
The difference of the two numbers is larger than the smallest given number. Okay, given number എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 45 495. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ശരി. ഇനി ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് മെത്തേഡ് പറയാം. എന്താണ് അതിനെ പറയണേ? ലോങ് ഡിവിഷൻ മെത്തേഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി നേരെ ക്വസ്റ്റ്യനിലോട്ട് കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പോകാം. ഓക്കെ, ലോങ് ഡിവിഷൻ മെത്തേഡും കൂടെ മനസ്സിലാക്കുക. ലോങ് ഡിവിഷൻ മെത്തേഡ് ഈ സെറ്റിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുള്ളൂ. ലോങ് ഡിവിഷൻ എല്ലാം ക്വസ്റ്റ്യനും ചെയ്യില്ല, കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അതിൻ്റെ രണ്ടാമത്തെ സെറ്റ് മിക്കവാറും ഒരു വീഡിയോ 2 വീഡിയോ കഴിയുമ്പോൾ വരും. മൂന്നാമത്തെ വീഡിയോയിൽ വരും നിങ്ങൾക്ക് എന്താണ് പറയണേ, രണ്ടാമത്തെ സെറ്റ് വരും. ആ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും. ആ സമയത്ത് മിക്കവാറും അടുത്ത വീഡിയോയിൽ വരും. അപ്പോഴേ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡിൻ്റെ യൂസ് വരികയാണെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മൾ നോക്കുക. ഒരിക്കലും ഞാൻ ബ്രഷപ്പ് ചെയ്ത് തരാം. ഓക്കെ, ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 2 സംഖ്യ തന്നിട്ടുണ്ട്. HCF കണ്ടുപിടിക്കാൻ പറഞ്ഞു, 24, 28, 24. അപ്പോൾ നമ്മളിങ്ങനെ നോർമലി പണ്ട് ഡിവിഷൻ ചെയ്യുമായിരുന്നുള്ള പരിപാടി എഴുതും. ഇതിൽ ചെറിയ സംഖ്യ ഇവിടെ എഴുതണം ഡിവൈസറായിട്ട്. 24 എന്താണ് വലിയ സംഖ്യ, അത് ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് ലാർജർ സംഖ്യയാണ്. എന്നിട്ട് ഇത് ഡിവൈസറായിട്ട് എഴുതും, ഡിവൈസർ. എന്നിട്ട് ഇവിടെ വരണതിന് എന്താണ് പറയുന്നത്? കോഷ്യന്റ് എന്ന് പറയും നമ്മൾ, കോഷ്യന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോർമലി ഡിവൈഡ് ചെയ്യണത് പോലെ അല്ല ഇവിടെ ഡിവൈഡ് ചെയ്യണത്. അത്രയും കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് ഞാൻ പറയണത് എല്ലാ സ്റ്റെപ്പും ക്രിട്ടിക്കലാണ്. എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 18 എത്ര തവണ പോവും? 24ൽ 1 തവണ. 18 1 ടൈംസേ പോവുള്ളൂ. അപ്പോൾ 18 എന്ന് എഴുതും. എന്നിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 24 - 18 6 ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ക്രിട്ടിക്കൽ ആണ്, ശ്രദ്ധിച്ചോളണം. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഡിവൈസർ എന്ത് ചെയ്യും? ഇവിടുത്തെ ഡിവിഡൻ്റായി മാറും താഴെ വരുമ്പോൾ. ഓക്കെ, എന്താണ് ഇവിടുത്തെ ഡിവൈസർ? ഇവിടുത്തെ ഡിവിഡൻ്റായി മാറും 18. ഓക്കെ, ഇനി 6 എത്ര തവണ ഉണ്ട് 18ൽ? 3 തവണ. 18ൽ 6 എത്ര തവണ വരും? 3 തവണ. അപ്പോഴേ 18. അപ്പോൾ നമ്മളെ റിമൈൻഡർ എന്താണ്? 0. ലോങ് ഡിവിഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത ഇതാണ്, റിമൈൻഡർ എല്ലാ പ്രാവശ്യവും 0 തന്നെ വരും. അത് നമ്മൾ ചെയ്ത് പോകുമ്പോൾ 0 തന്നെ വരും. ഇനി നിങ്ങൾ ചോദിക്കും, ഇത് ചെയ്തിട്ട് ഇനി എന്താണ് HCF? അവിടെ HCFിൻ്റെ സംഭവമല്ലേ പഠിക്കണം? എക്സാക്ട്ലി. ലാസ്റ്റ് ഡിവൈസർ എന്താണോ നമ്മളെ ലാസ്റ്റ് ഡിവൈസർ, ഇത് 2 ഉള്ളു വരുന്നത്. ലാസ്റ്റ് ഡിവൈസർ എന്താണോ അതാണ് നമ്മളെ HCF. 6 ആണ് ലാസ്റ്റ് ഡിവൈസർ. സോ HCF ഈസ് 6. ക്ലിയർ ആണോ? ലാസ്റ്റ് ഡിവൈസർ നമ്മളെ യാതൊരു സംഖ്യയാണോ അതാണ് നമ്മൾ എന്താണ് പറയണത്? ഡിവൈസർ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കണോ പാടുള്ള ക്വസ്റ്റ്യൻ നോക്കണോ? എങ്ങനെയായാലും നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് അല്ലേ? 2 സംഖ്യ ഞാൻ ഇതിനകത്ത് തന്നെ എഴുതണം. സംഖ്യ ഇവിടെ എഴുതാം. 27ഉം 91 എടുക്കാം അല്ലേ? 27ഉം 91 എടുക്കാം. അല്ല, 91 ഇത് പോകുമല്ലോ നേരെ. 91 പോകില്ലല്ലോ, കുഴപ്പമില്ല. 27 നമ്മൾ എന്ത് ചെയ്യും? ചെറിയ സംഖ്യ ഡിവൈസർ ആയിട്ട് എടുക്കും, വലിയ സംഖ്യ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് ഇത് എത്ര തവണയാണ് ഇതിൽ പോണത്? ഇത് 3 ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയാവും? 60. 20 എന്ന് പറഞ്ഞാൽ 60. എന്നിട്ട് 7 × 3 21. അപ്പോഴേ 81 ആവും. ഓക്കെ, അപ്പോൾ 3 ടൈംസ് ആകുമ്പോൾ 81. ശരി, ഇനി റിമൈൻഡർ നോക്കാം. ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇവിടുത്തെ ഡിവൈസർ ഇവിടുത്തെ ഡിവിഡൻ്റായി മാറും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇതിനെ 27 ഇവിടെ ഇറക്കും. 27. ഇനി 10 ഉണ്ട്. ഇതിൽ എത്ര തവണ ഉണ്ട്? 2 തവണ. ഓക്കെ, 2 തവണ. അപ്പോൾ ഇവിടെ എത്ര വരും? 20. ഇനി റിമൈൻഡർ എത്രയാണ്? 7. ഓക്കെ, സ്ഥലം കാണില്ലല്ലോ മിക്കവാറും. 7. ഇനി ഇവിടുത്തെ ഇത് ഡിവൈസർ ഇവിടെ ഇറക്കും നമ്മൾ. അപ്പോഴിത് എത്ര വരും? 10. ഓക്കെ, ഇവിടെ എത്ര തവണ ഉണ്ട്? 1 തവണ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതും? 7.
ഇവിടെ എന്താണ് 7. അപ്പോൾ 7ൽ എത്ര ടൈംസ് 3. ഓക്കെ 3 ഇവിടെ വരും. അപ്പോൾ 7നെ നമ്മൾ അഗൈൻ ഇവിടെ ഇറക്കും. അപ്പോൾ 7 വരും. ഓക്കെ 7ൽ എത്ര ടൈംസ് 2 ടൈംസ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വരുമ്പോൾ 6 വരും. ഓക്കെ 6 ഞാൻ ബാക്കി ഇവിടത്തത് ഇങ്ങോട്ട് ചെയ്യാമേ. 6 റിമൈൻഡർ എത്രയാണ് 6. അവിടെ 6 ആണെങ്കിൽ ഇവിടെ 6. ഓക്കെ 6 ആണെങ്കിൽ ഇതിൽ 1 എന്ന് റിമൈൻഡർ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇറക്കണം എത്രയാണ്, ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറക്കും. താഴോട്ട് ഇറക്കുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് 3 വരും. 3 എത്ര തവണയാണ് 3. അപ്പോൾ 3 0 0. ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ HCF ലാസ്റ്റ് എന്താണ്, ലാസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിവൈസർ ഇസ് ദ HCF. ലാസ്റ്റ് ഡിവൈസർ എത്രയാണ് HCF ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ബേസിക്കലി ഈ രണ്ട് സംഖ്യയിൽ 1 അല്ലാതെ വേറെ ഒരു കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് അർത്ഥം. ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് 1. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ ശരി, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യണം, കാരണം നമ്മൾ എഫേർട്ട് ഇടാത്ത കാര്യമല്ല. ആദ്യം നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിനെ നോക്കാം. ഇത് ഡിഫറൻസ് മെത്തേഡിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത്. സോറി ഡിഫറൻസ് അല്ല, ലോങ് ഡിവിഷൻ മെത്തേഡിൽ അല്ലേ, LCD എന്ന് പറയും നമ്മൾ, LCD ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ അടുത്ത് ലോങ് ഡിവിഷൻ മെത്തേഡ് 2 സംഖ്യ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് ചെറുതായിട്ട് എഴുതാം. ഇനി വലിയൊരു ഇതാവുമെങ്കിൽ വലിയ സംഖ്യ എന്താണ് ഡിവിഡൻ്റ് ആയിട്ട് എഴുതണം 28. ഓക്കെ എന്നിട്ട് ചെറിയ സംഖ്യ എന്താണ് 16 ആയിട്ട് എഴുതണം. ഓക്കെ ചെറിയ സംഖ്യ 16 ആയിട്ടല്ല, ഡിവൈസർ ആയിട്ട് എഴുതണം. 16 എത്ര 1 ടൈംസ്. അപ്പോൾ ഇവിടെ 16 വരും. റിമൈൻഡർ എത്ര വരും 12. മൈ ഫ്രണ്ട് 12 വരും. ഓക്കെ 16 12. ശരി, ഇനി ഇതിൻ്റെ വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിവിഡൻ്റ് ആയിട്ട് വരും അല്ലേ, 16 എന്നാണ്. അപ്പോൾ ഇത് എത്ര തവണയാണ് 12 എത്ര തവണ വരും 1 ടൈംസ്. അപ്പോൾ ഇവിടെ 12 എന്ന് എഴുതും. ഓക്കെ അടുത്ത് ബാക്കി വരുന്ന എത്രയാണ് 4. അപ്പോൾ ഇത് അഗൈൻ ഡിവിഡൻ്റ് ആയിട്ട് വരുന്നത് എന്താണ് 12 ഡിവിഡൻ്റ് ആയിട്ട് വരും. 12 ഡിവിഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ 4 ഉണ്ട്. 12 4 എത്ര തവണ ഉണ്ട് 3 തവണ. അപ്പോൾ 12 എന്ന് വരും. അപ്പോൾ ബേസ് നമ്മൾ റിമൈൻഡർ എത്ര വരും 0 0. 6 റിമൈൻഡർ ആണിത്. ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡിവൈസർ ആയിരിക്കും നമ്മളെ HCF. സോ HCF ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു 4. അപ്പോൾ അതാണ് നമ്മളെ ആൻസർ. HCF ഈക്വൽ ടു 4 എന്നാണ് നമ്മളെ ആൻസർ. ശരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32 നമ്മളിപ്പം ചെയ്തത് 32 അല്ല 16 ചെയ്തത്. ഓക്കെ ശരി 32. ഇത് അഗൈൻ LCD മെത്തേഡാണ്. നിങ്ങളൊന്ന് സോറി LCM അല്ല LCD ലോങ് ഡിവിഷൻ സോറി LDC ആണ് കേട്ടോ, ലോങ് ഡിവിഷൻ മെത്തേഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് 32ഉം 54ഉം. ഓക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെറിയ സംഖ്യ ഡിവൈസർ ആയിട്ട് എഴുതും, വലിയ സംഖ്യ ഡിവിഡൻ്റ് ആയിട്ട് എഴുതും 4. ഇതിവിടെ ക്വസ്റ്റ്യൻസ് എഴുതും. ഇവിടെ എത്രയാണ് 1 തവണ പോകും. അപ്പോൾ 32 എന്ന് എഴുതും. ഓക്കെ എത്ര തവണ പോകും 1 തവണ. ഇനി ഈ 32ൽ എന്താണ് നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ട് ഇവിടെ എഴുതും. എന്താണ് ഡിഫറൻസ്, എന്താണ് ഡിഫറൻസ് 22. എന്നിട്ട് എന്താണ് ഇവിടുത്തെ ഡിവിഡൻറ്റ് ഇവിടുത്തെ ഡിവൈസർ ഇവിടുത്തെ ഡിവിഡൻ്റ് ആയി മാറും 32. ഓക്കെ ശരി, ഇനി ഇതിൽ 32ൽ 22 എത്ര തവണ വരും 1 തവണ. അപ്പോൾ 22. ഇനി ഇതിൻ്റെ ബാക്കി എത്രയാണ്, ഇതിൻ്റെ ബാക്കി എത്ര വരും 10. ഇതിവിടെ എത്രയാണ് വരുന്നത്, ഇവിടുത്തെ ഡിവൈസർ ഇവിടുത്തെ ഡിവിഡൻറ്റ് 22. അപ്പോൾ ഇതിൽ എത്ര തവണ പോകും 2 തവണ. ഓക്കെ അപ്പോൾ ഇവിടെ 20 എന്ന് വരും. ഇനി ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 2. എന്നിട്ട് ഇവിടെ എത്രയാണ് 10, ഇവിടുത്തെ ഡിവൈസർ ഇവിടുത്തെ ഡിവിഡൻ്റ് ആവും 10. എന്നിട്ട് 10 എത്രയാണ് 5 ടൈംസ് പോവും. 5 ടൈംസ് എന്ന് പറയുമ്പോൾ 10, റിമൈൻഡർ എത്ര വരും 0 0. ഓക്കെ ക്ലിയർ ആണല്ലോ, ഇതാണ് നമ്മളെ ബേസിക് കാര്യം. അടുത്ത് നമ്മളെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ HCF ഈക്വൽ ടു എന്താണ്
2 എന്നാണ് ആൻസർ. കാരണം ലാസ്റ്റ് ഡിവൈസർ എത്രയാണ്? 2. ലാസ്റ്റ് ഡിവൈസർ എന്താണോ അതാണ് നമ്മളെ HCF. ക്ലിയർ ആണോ? ശരി, ഓക്കെ. ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ഓക്കെ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക വീഡിയോ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവൈസർ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 10 ഇവിടെ 30 അല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? 3 ടൈംസ് ആകുമ്പോൾ എത്ര? 30. അപ്പോൾ 30 ഇതിൽ റിമൈൻഡർ ഡയറക്റ്റ് 0 വന്നു. അപ്പോൾ ക്ലിയർലി എന്താണ്? ലാസ്റ്റ് റിമൈൻഡറും ഫസ്റ്റ് റിമൈൻഡറും ഒന്ന് തന്നെയാണ്. സോ HCF എത്രയാണ്? നമ്മൾ ഈക്വൽ ടു 10. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടി എന്താണ് സംഭവം എന്ന്, എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലായോ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഈ ഒരു മെത്തേഡ് വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോ നിങ്ങൾ ട്രൈ ചെയ്തോ. കാരണം ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ട്രൈ ചെയ്തോ. പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്തോ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഞാൻ അതെങ്ങനെ ചെയ്യണമെന്നൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അല്ല സോറി, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇപ്പം. ഓക്കെ, 20 ഉണ്ട്, 88 ഉണ്ട്. ഓക്കെ, വലിയ സംഖ്യ ഡിവിഡൻഡ് ആയിട്ട് എഴുതും, ഡിവൈസർ ആയിട്ട് ചെറിയ സംഖ്യ എഴുതും. ഇതിൽ എത്ര തവണ ആവും? 4 തവണ. അപ്പോൾ ഇത് എത്രയാവും? 80. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 8. അപ്പോൾ ഇത് നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഇത് ഡിവൈസർ ഡിവിഡൻഡ് ആയി മാറും. ഓക്കെ, 20. എന്നിട്ട് 20 എത്ര? 2 തവണ അല്ലേ? 20ൽ 8 2 തവണ 16. ഓക്കെ, ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4. 8 ഡിവൈസർ ഡിവിഡൻഡ് ആയി മാറും 8. എന്നിട്ട് നമുക്ക് എന്താണ്? 4 8ൽ എത്ര തവണ ഉണ്ട്? 4 2 പ്രാവശ്യം. അപ്പോൾ 2s are 8. അപ്പോൾ 0. നമ്മൾ ആൻസർ അപ്പോൾ HCF എന്താണ്? 4. HCF ഈസ് ഈക്വൽ ടു 4. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാം. എന്നിട്ട് അത് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് അല്ലാതെ സോൾവ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ സോൾവ് ചെയ്യും. ഞാൻ എന്തായാലും നിങ്ങൾ സോൾവ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാം. ഞാനിത് സോൾവ് ചെയ്യാണ്. 45 495. ഓക്കെ, ശരി. ഇതിൽ എത്ര തവണ പോകുമെന്ന് നോക്കണം. 45 10s are 450 ആണ്. ഓക്കെ, എന്നിട്ട് 11 ടൈംസ് ആകുമ്പോൾ എത്രയാവും? 11 ടൈംസ് ആകുമ്പോൾ 495 ആവും ആക്ച്വലി. ഓക്കെ, ഞാനിത് എന്താണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം. എന്താണ് 4 × 45 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 പ്ലസ് 45 ആണെങ്കിൽ നമുക്ക് ക്ലിയർലി അറിയാതെ എത്രയാണ്? 495 ആണ്. അപ്പോഴത് ബേസിക്കലി 11 ടൈംസ് ആണ്. ബേസിക്കലി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് 495. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്താണ്? 0 റിമൈൻഡർ വരും. എന്നിട്ട് നമ്മൾ HCF നമുക്ക് എന്ത് കിട്ടും? HCF ഈക്വൽ ടു എന്താണ്? ലാസ്റ്റ് ഡിവൈസർ അല്ലേ? ലാസ്റ്റ് ഡിവൈസറും ഫസ്റ്റ് ഡിവൈസറും ഈ കേസിലും നമ്മൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്താണ്? 45. അപ്പോൾ ഇതാണ് ഇത്
ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ്. ഓക്കെ, LDM ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞതല്ല, നമ്മൾ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. ഡിഫറൻസ് മെത്തേഡ് എവിടെ യൂസ് ചെയ്യണം, ഫാക്ടറൈസേഷൻ മെത്തേഡ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് പ്രാക്ടീസ് ആണ് ഇനിയുള്ളത്. എന്നിട്ട് ഏത് മെത്തേഡ് നമ്മൾ കൂടുതലും എക്സാമിൽ യൂസ് ചെയ്യുന്നുള്ളത്, അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നുള്ളതും കൂടെ നമ്മളിത് പഠിക്കുകയാണ്. കാരണം നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിന് നമുക്ക് അറിഞ്ഞൂടാ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന്, എന്നാൽ നമ്മളെ കാര്യം സ്വാഹ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനെ കാണുമ്പോൾ മനസ്സിലാക്കണം, ഓക്കെ ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, മറ്റത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായിരിക്കും നമ്മൾ ഇനി നോക്കണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്ക്. ഓക്കെ, സോൾവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്രോച്ച് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ യാതൊരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമ്മൾ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആവാതിരിക്കാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക, കണ്ടിട്ട് വീണ്ടും വരിക. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് എങ്ങനെ ചെയ്യണമെന്നാണ്. ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഡിഫറൻസ് മെത്തേഡ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് അതിൽ നിന്നും എളുപ്പത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യണോ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ഇവിടെ കാണുമ്പോഴേ അറിയാം, ഈ 81 കാട്ടിയും കൂടുതലായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്. 81 കാട്ടിയും ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും. ഡിഫറൻസ് ഈ രണ്ടിലുള്ളതിൽ ചെറിയ സംഖ്യയെ കാട്ടിയും വലുതാണെങ്കിൽ നമ്മൾ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യൂല. ഡിഫറൻസ് എന്തായിരിക്കണം, ഈ ചെറിയ സംഖ്യയെ കാട്ടിയും ചെറുതായിരുന്നാൽ മാത്രമേ നമ്മൾ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ. അത് ഓർമ്മിച്ച് വെക്കുക, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, 81 നമുക്ക് ഈ രണ്ടിൻ്റെ ഫാക്ടറാണ് ഇന്ന് നേരത്തെ വരെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ ഫാക്ടറൈസേഷൻ മെത്തേഡ് നല്ലതായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എക്സാമിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും നമുക്ക് ഫാക്ടേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം പറഞ്ഞുതരാം. 81 നമുക്ക് അറിയണം, ഈ രണ്ട് സംഖ്യയിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഖ്യയിലുള്ളതിൽ ചെറിയ സംഖ്യ ഇതർ അത് ഫാക്ടർ ആയിരിക്കും, അതിൻ്റെ വലിയ സംഖ്യ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ സംഖ്യയുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവൈസേഴ്സ് എന്തായിരിക്കും, അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് യാതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതർ ഈ 81 ഇതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ എന്താണ് 3 കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്, 21 അല്ല 27. ഓക്കെ, ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 3 × 9 എന്നിട്ട് ഇതിനെ 3. അപ്പോൾ ഇത് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതല്ല, ഇത് മാത്രം. ഓക്കെ, 3/4 ആണ് 81. ഓക്കെ, അപ്പോൾ 3/4 ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 81 കൊണ്ട് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം. 243 നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യമുണ്ട് ഇതിൽ. ഓക്കെ, 3/4 എന്ന് പറഞ്ഞാൽ 81. ഓക്കെ, അവിടെ പോയി ശരി. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു സംഭവം, നമ്മൾ നേരത്തെ 2ൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിൻ്റെയും കൂടെ നോക്കാം. 3/1 3, 3/2 9, 3/3 27, 3/4 81, 3/5 എത്രയാണ് 243, എന്നിട്ട് 3/6 729. ഓക്കെ, ഈ കാര്യം നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 81 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റും. കാരണം എന്താണ്, 3/5 എന്താണ് 243 ആണ്. അപ്പോൾ എന്താണ് ബേസിക്കലി ഉണ്ടാവുന്നത്, 81 × 3 ആണ്. 81 × 3 എന്താണ് 3, 80 ഇത്
8 into 3 എത്രയാണ് 24, 243. അപ്പോൾ അത് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ HCF എന്തായിരിക്കും? വേറെ ഒന്നും ചെയ്യാനില്ല, HCF equal to 81. ക്ലിയർ ആണോ? ഈ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് എടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്ക്. ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുമെന്ന് നിങ്ങൾ പറ. ഏത് മെത്തേഡായിരിക്കും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണേ? നോക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുള്ളൂ, ഡിഫറൻസ് മെത്തേഡ് എടുക്കാൻ പറ്റൂല. കാരണം ഈ സംഖ്യയായിട്ട് ഒരുപാട് കൂടുതലായിരിക്കും എന്താണ് ഡിഫറൻസ് മെത്തേഡിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കും. ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ എന്താണ് 240 നോക്കുക. 240 ഇതിനെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ അല്ല, 240 ഇവിടെ 0 ഉണ്ട്. ഈ 10 അല്ലെങ്കിൽ 0 ലാസ്റ്റ് വരികയാണെങ്കിൽ ഇതിനെ ഫുള്ളി ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ 0 വരണം. അത് നമ്മൾ ഡിവിസിബിലിറ്റിയുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ മാത്രമേ അതെന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ് വരുന്നത്? നമുക്ക് ഈ 10 എന്നുള്ള ആസ്പെക്ട് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, 10 എന്നുള്ള ആസ്പെക്ട് മാറ്റി പിടിക്കാം. ഓക്കെ, 10 മാറുകയാണെങ്കിൽ ഇവിടെ 24 വരും. ഓക്കെ, ഇനി ഈ 10നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് 2ഉം 5ഉം വരും. നമുക്കറിയാം ഈ 5 ഉള്ളതുകൊണ്ടാണ് ഈ 10 ഇതിനെ കട്ട് ചെയ്യാത്ത. 5ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ, 5ന്റെ എന്താണ് ഡിവിസിബിലിറ്റി? യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 5 അല്ല, അതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്തോളാം. 5 എടുക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ എന്ത് ചെയ്യും? 48 എന്ന് എടുക്കും. 48 അതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കണം. ഓക്കെ, 6 5 5 2 48 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കുക. 48. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 1
ഇവിടെ ഒരു തവണ എന്ന് പറയുമ്പോൾ ഒരു തവണ. അപ്പോഴിത് എത്ര വരും? 17. 175. 175 48 എന്ന് പറയുമ്പോൾ 4 തവണ ആവണമെങ്കിൽ 184 ആവും. അപ്പോൾ ഇത് 3 തവണ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 3 തവണ എന്ന് പറഞ്ഞാൽ 144 ആവും. ഓക്കെ, 3 തവണ എന്ന് പറയുമ്പോൾ. ഓക്കെ, 144 ഈ രണ്ടും കൂടെ അല്ല, സോറി 144 ആണ്. 144 ആവും. 144. അപ്പോൾ 144 ആവുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ 175 അല്ലേ? 175 മൈനസ് ചെയ്യാം. 175 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 1, ഇവിടെ 3, അപ്പോൾ 31. പിന്നെ അവിടെ ഒരു 2 കൂടെ ഉണ്ട്. 312. 312 എന്ന് പറഞ്ഞാൽ എന്താണ്? 48. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോവോ? കംപ്ലീറ്റ്ലി പോവില്ല. കാരണം 8 ഇവിടെ 2 വരണമെങ്കിൽ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നാൽ 2 വരും, അല്ലാതെ വരില്ല. അപ്പോൾ നമുക്ക് 4ന്റെ മൾട്ടിപ്പിളിൽ വരില്ല എന്തായാലും. ഇത് 48 10ന്റെ മുകളിലല്ല, അതുകൊണ്ട് താഴെയാണ്. ഇത് കാൽക്കുലേഷൻ ആണ്, നിങ്ങൾ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഡിവിസിബിൾ അല്ല എന്നുള്ള കാര്യം വാസ്തവം അല്ലേ? നമുക്ക് മനസ്സിലായി. 48 കൊണ്ട് പോകില്ല. അപ്പോൾ 48 നമ്മൾ എന്ത് ചെയ്യും? ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? 2 എടുക്കുക, ഇവിടെ 24 കൊണ്ട് പോകാൻ നോക്കാം. 24 ഇത് എത്രയാണ്? 2 ടൈംസ് 48. 3 എന്ന് പറഞ്ഞാൽ 72 ആവും. അപ്പോൾ 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് 48. ശരി, 17. 175 ആവും. 175 24 എത്ര തവണ പോകും? 5 തവണ എന്ന് പറഞ്ഞാൽ 120. 6 തവണ 144. പിന്നെ വരുന്നത് 168. ഓക്കെ, ശരി, 175 അല്ലേ? 168. 7 തവണ 168 ആയിട്ട് വരും. 168 ആണെങ്കിൽ അവിടെ 2 7 72. 72 എന്ന് പറഞ്ഞാൽ 3 തവണ. അപ്പോൾ 24 ഡിവൈഡ് ആവും കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മളെ HCF എന്താണ്? HCF = 24. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യുക. 48 എങ്ങനെ എടുത്തെന്ന് അറിയാല്ല. ഇവിടെ 10നെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 2 എന്നുള്ള സംഖ്യ അതിനെ ഡിവൈഡ് ചെയ്യും. ആക്ച്വലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 2നെ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ സംഖ്യ ആദ്യം കട്ട് ചെയ്ത് നോക്കുക, പിന്നീട് അതിനെ ഫർദർ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ, ക്ലിയർ ആണല്ലോ? 5 എന്തായാലും പോകില്ല, കാരണം യൂണിറ്റ് ഡിജിറ്റിന്റെ നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഡിവിസിബിലിറ്റി അനുസരിച്ച് അത് പോകില്ല. ഓക്കെ, ശരി, അടുത്ത നമ്പർ ട്രൈ ചെയ്ത് നോക്ക്. ഈ സംഖ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് യാത് മെത്തേഡ് ചെയ്യുമെന്ന് നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി, ഇതിൽ നമുക്ക് നോക്കാം. എവിടെ പോയി? ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് കോമൺ എന്താണെന്ന് നോക്കണം അല്ലേ? ഞാൻ പറഞ്ഞ് ഡിഫറൻസ് ഒക്കെ ഒരുപാട് കൂടുതലാണ്, കണ്ടറിയാൻ ഡിഫറൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൽ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് എവിടെ ഡിഫറൻസ് മെത്തേഡും എവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫറൻസ് മെത്തേഡ് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നു. നോക്ക്, സിമ്പിളാണ്. യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട, ആദ്യം ഈ 165 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കുക. 165 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കാം. 165 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കുകയാണെങ്കിൽ ഇത് 165 അങ്ങോട്ട് എത്തണമെങ്കിൽ 5ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കണം. 165 എന്ന് പറഞ്ഞാൽ 165 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1650 ആണ്. ഓക്കെ, പക്ഷേ 165 × 5 വന്നാൽ മാത്രമേ നമ്മളെ യൂണിറ്റ് പ്ലേസിൽ 5 വരുള്ളൂ. ക്ലിയർ ആണല്ലോ? അല്ല, സോറി, 165 × 5 വരണമെന്ന് നിർബന്ധം ഇല്ല. 3 വന്നാലും നമുക്കത് വരും. പിന്നെ 7 വന്നാലും വരാം, 9 വന്നാലും വരാം. നമുക്ക് 9 വെച്ച് ട്രൈ ചെയ്യാം. 165 × 9. ഓക്കെ, 165 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 40, ഇത് 45 5 4. 9 × 6 എത്രയാണ്? 54 58 5 9 ഇത്, എന്നിട്ട് 1 ഇത് 14 1485 9 ആണെങ്കിൽ
8 അടുത്ത 8 കൊണ്ട് വരാനേ സാധ്യതയുള്ളൂ. 8 കൊണ്ട് ഒരിക്കലും 5 യൂണിറ്റ് പ്ലേസിൽ വരില്ല, 10 വരുള്ളൂ. ഓക്കെ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അതുകൊണ്ട് 165 എന്തായാലും നമുക്ക് ഫുള്ളി ഡിവൈഡ് ചെയ്ത് പോകില്ല എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുക. 5 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക. 5 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 3s are, പിന്നെ ഒരിക്കലും ഇവിടെ ആവും അത് 3. ഓക്കെ, ശരി. ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 3ഉം 11ഉം വരും. ഓക്കെ, 11 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഓൾട്ടർനേറ്റീവ്ലി ആഡ് ചെയ്യണം. നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടാ? അപ്പോൾ എന്താണ് ഈ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ ഡിഫറൻസ്? 1 + 8 എത്ര? 9. 5 + 8 എത്രയാണ്? 8. 5 + 3 എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ എന്താണ് 9 - 8 എത്രയാണ്? = 1. ഇവിടെ 1 വന്നാൽ ഇത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. 0 കൊണ്ട് 0 ആണോ? അല്ല. അതുകൊണ്ട് ഇത് എന്താണ് 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ 11 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് മനസ്സിലായി. ഇനി 3 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ്സ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ ദ സം ഓഫ് ദ ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാം. ഇതിൽ നമ്മൾ നോക്ക്, സം ഓഫ് ദ ഡിജിറ്റ് എടുക്കുക. 1 3 4 4 12 12 + 5 17 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ നമുക്ക് ബാക്കി എത്ര വരും? 5 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആണെന്ന് അറിയാം, കാരണം യൂണിറ്റ് പ്ലേസ് 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ദ എൻറ്റയർ ആൻസർ ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ HCF = എത്രയാണ്? 5 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. പോസ് ചെയ്തോ, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങൾക്ക് കൂടുതൽ സമയം തരണില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയി, ഓൾറെഡി തന്നെ കൂടുതലായി കഴിഞ്ഞ്. കുഴപ്പമില്ല, സമയം നമുക്ക് പ്രശ്നമല്ല. എന്നാലും നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തോ. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഇപ്പം സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ ഡിഫറൻസ് മെത്തേഡ് എടുക്കണോ യാതെടുക്കണോ എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നോക്കണം. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ 10 - 90 എന്ന് പറഞ്ഞാൽ 80. 80 ആണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ 110 ചെറുതാണല്ലോ 80. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മെത്തേഡ് നോക്കിയാൽ മതി. 80 കൊണ്ട് 110 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മറ്റേ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണം. 2 കൊണ്ട് ആക്കുകയാണെങ്കിൽ 40 എന്തായാലും 110 ഡിവൈഡ് ചെയ്യില്ല, അതുകൊണ്ട് അത് കളഞ്ഞോ. 3 കൊണ്ട് ഇത് പോകില്ല. 4 കൊണ്ട് നോക്കുക. 4 കൊണ്ടാണെങ്കിൽ 20 ഉണ്ടെങ്കിൽ 110 ഡിവൈഡ് 20 ചെയ്യില്ല. അടുത്ത് ശരി, ഇതിനെന്താണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണത്? 5 കൊണ്ട് പോവുകയാണെങ്കിൽ എത്ര വരും? 5 എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ 16 വരും. 16 110 ഡിവൈഡ് ചെയ്യൂല, കാരണം 16 5s are 80 ആണ്. ഓക്കെ, എന്നിട്ട് 16 6s are എത്ര? 96. 16 7s are എത്ര വരും? 112. അതുകൊണ്ട് 110 വരില്ല. ശരി, 5 ആണ്, 15 അല്ല. അടുത്ത 6 കൊണ്ട് ഇത് ഡിവിസിബിൾ അല്ല, 7 കൊണ്ട് ഡിവിസിബിൾ അല്ല, 8 കൊണ്ട് പോവും 10. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടിനെ ഡിവൈഡ് ചെയ്യും. 110 ഡിവൈഡ് ചെയ്യും, 119 ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളെ HCF എന്താണ്? 10. ഇത് വളരെ ഞാനത് ചെയ്ത് കാണിച്ചതന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കാണുമ്പോഴേ അറിയാം. 110 ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും നമ്മൾ? 11 × 10. ഇതെന്താണ്? 19 × 10. ഓക്കെ, അപ്പോൾ 10 മാത്രമാണ് കോമൺ ആയിട്ടുള്ള, ഹയസ്റ്റും കോമൺ ആയിട്ടുള്ള ഫാക്ടർ. അതുകൊണ്ട് അതായിരിക്കും ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 115 120? 115 120 115 120 ആണെങ്കിൽ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കോ, ഡിഫറൻസ് മെത്തേഡ് എടുക്കോ? പെട്ടെന്ന് പറ, പെട്ടെന്ന് ആലോചിക്ക്. പോസ് ചെയ്യുക, വീഡിയോ സോൾവ് ചെയ്യുക, എന്നിട്ട് വരിക. ഓക്കെ, ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്യാണ്. ഡിഫറൻസ് മെത്തേഡ് എടുക്കും, കാരണം ഇതിന്റെ ഡിഫറൻസ് ചെറുതാണ്. 5 രണ്ടിനെ ഡിവൈഡ് ചെയ്യും. സോ നമ്മളെ HCF എന്താണ്? 5 ആണ്. വേറെ ഒന്നും നോക്കാനില്ല. ദ ഡിഫറൻസ് ഈസ് 5 and 5 divides both the numbers. So HCF is 5. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമല്ലേ? ഈസിലി ചെയ്യാൻ പറ്റണുണ്ടായില്ലേ? പറ്റുന്നുണ്ട്. ഇനി നോക്ക് 15 നിങ്ങൾ പറ എന്ത് ചെയ്യും? ഡിഫറൻസ് മെത്തേഡ് എടുക്കുമോ, നമ്മളെ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുമോ? പോസ് ചെയ്ത് വീഡിയോ സോൾവ് ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് മെത്തേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ നമ്പറിനെ തന്നെ നോക്കാം. ഈ നമ്പർ എന്താണ്? 15 ഇത് 15 കൊണ്ട് ഇത് ഡിവൈഡ് ആവും, കാരണം 15 സ്ക്വയർസ് ആണ്. 15 സ്ക്വയർ എന്താണ്? 225. അതുകൊണ്ട് നമുക്ക് എന്താ പറയും? HCF വേറെ ഒന്നും അല്ല, എന്താണ്? 15 ആണ്. ഓക്കെ, HCF എന്താണ്? 15 ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ഇവിടെ ക്ലിയർ ആണ്. വേറെ നമ്മൾ ഫർദർ തല പോയിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഉഗ്രം ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തല ഇങ്ങനെ ഇതാക്കണം, കാരണം വേറെ ഒന്നുമല്ല, കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഡിഫറൻസ് മെത്തേഡ് എടുക്കുമോ നിങ്ങൾ? ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. ഡിഫറൻസ് മെത്തേഡ് എടുത്താൽ വെള്ളം കുടിച്ചു, വെള്ളമല്ല കഞ്ഞി എല്ലാം കുടിക്കും. ഓക്കെ, എന്നാലും തീരൂല. അതുകൊണ്ട് ഡിഫറൻസ് മെത്തേഡ് എടുക്കില്ല, കാരണം ഈ രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് ഈ സംഖ്യയെക്കാട്ടും വലുതാണ്. ഒരിക്കലും ആ സംഖ്യയെക്കാട്ടും വലുതായ, ചെറിയ സംഖ്യയെക്കാട്ടും വലുതായ നമുക്കത് ഡിഫറൻസ് മെത്തേഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ചെറിയ സംഖ്യയെക്കാട്ടും ഡിഫറൻസ് വലുതായതുകൊണ്ട് അത് എടുക്കൂല. ശരി,
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 196നെ ഇതിനെയും ഡിവൈഡ് ചെയ്ത് നോക്കണം. അത് ഡിവൈഡ് കംപ്ലീറ്റ്ലി ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 196 ആണ് എൻ്റെ എന്താണ് HCF. അല്ലെങ്കിൽ 196ന്റെ ഫാക്ടർ ആയിരിക്കും എൻ്റെ HCF. എന്തായിരിക്കും? 196 ഇതിൻ്റെ HCF ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ 196ന്റെ ഫാക്ടർ ആയിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 196നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 196 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോറി, അപ്പോഴും 196. ഓക്കെ, 196 ഞാൻ നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെറിയ ചെറിയ സംഖ്യയായിട്ട് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വരും? 9 8 98. ഓക്കെ, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്രയും 1 9 1 1 0. ശരി, ഇതിനെ ഫർദർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് 49 വരും. ഓക്കെ, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര വരും? 19 എന്ന് പറയുമ്പോൾ 9 ടൈംസ്, പിന്നെ 1 5, പിന്നെ 1 5 1 5. ശരി, 49നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 49 അല്ലേ, 7 കൊണ്ട് ഡിവൈഡ് ആവും. 7. അപ്പോൾ ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കാം. 7 കൊണ്ട് പോവുകയാണെങ്കിൽ 1 ടൈംസ്, പിന്നെ ഇവിടെ 2 25, 25ൽ 3 തവണ, 4 45ൽ 6 തവണ, പിന്നെ 35 5 തവണ. ഓക്കെ, ശരി, അതും പോയി. 7 കൊണ്ട് ഫർദർ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ്? 7 1s, പിന്നെ ബാക്കി വരുന്നത് 6 66. 66ൽ 7 എത്ര തവണ പോവും? 9 തവണ, 63, പിന്നെ 3 35 5. അപ്പോഴിതെന്താണ്? ഫുള്ളി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും ദിസ് നമ്പർ ഈസ് ദ HCF ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 196 തന്നെയാണ്. ഓക്കെ, അത് ഇങ്ങനെ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, മോസ്റ്റ്ലി ഇങ്ങനെ വലിയ സംഖ്യ തരുമ്പോൾ ആ സംഖ്യ തന്നെ ആയിരിക്കും HCF എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ണടച്ചുകൊണ്ട് കുത്തിയിട്ട് വരല്ല, അത് തെറ്റിപ്പോവും. ഓക്കെ, മോസ്റ്റ്ലി അങ്ങനെയാണ് ഒബ്സർവേഷൻ, ബട്ട് അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഡിഫറൻസ് മെത്തേഡ് എടുക്കുമോ അതാ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുമോ? ഓക്കെ, അതൊന്ന് നോക്ക് നിങ്ങൾ, ഏത് മെത്തേഡ് എടുക്കുമെന്ന്. ഓക്കെ, ശരി, ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. ഇതിൽ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് നോക്ക്, പോസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്യാൻ പോവാണ്, നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ 959 ഉണ്ട്, 252 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്തായാലും നമുക്കറിയാം 252-നെക്കാട്ടിയും വലുത് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് 252 ഇതിനെ ഡിവൈഡ് ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട്. കാരണം ഇത് യൂണിറ്റ് ഡിജിറ്റ് ആണ്. ഒരു യൂണിറ്റ് ഡിജിറ്റ് ഒരിക്കലും യൂണിറ്റ് ഡിജിറ്റ് എന്ന് ഇത് ഈവൻ നമ്പറാണ്. യൂണിറ്റ് പ്ലേസിൽ ഈവൻ നമ്പറാണ്, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ ഓഡ് നമ്പറാണ്. ഒരിക്കലും ഈ നമ്പർ വെച്ച് ഒരു യൂണിറ്റ് പ്ലേസിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പറിനെ കട്ട് ചെയ്യില്ല, ഡെസിമൽസിൽ വരും. നമുക്ക് ഡെസിമൽസിൽ വരാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് അല്ല, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ എത്ര വരും? 1 2 12 എന്ന് പറയുമ്പോൾ 6 126. ഓക്കെ, 126 ഇതുകൊണ്ട് എന്തായാലും പോകില്ല, കാരണം 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 126 അഗെയിൻ എന്താണ്? ഈവൻ നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പറാണ്, അതുകൊണ്ട് അതും പോകില്ല, ഫർദർ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 2 കൊണ്ട് നോക്കുകയാണെങ്കിൽ 6 3 63. ചിലപ്പോൾ 63 കൊണ്ട് പോകാം, കാരണം 63 ഈവൻ നമ്പർ ഓഡ് നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് 63 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 959/63. 63 എത്രയാണ്? ഒരു തവണ. ഓക്കെ, പിന്നെ 32 329. ഓക്കെ, 329 അല്ലേ, ഇവിടെ എഴുതണ്ട, 329. 329/63 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 9 വരണമെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 3 × 3 മാത്രമല്ലേ വരുള്ളൂ. 6 3 കൊണ്ട് പോകില്ല, അപ്പോഴും ഇത് ഡിവിസിബിൾ അല്ല. ഓക്കെ, 63 ഈസ് നോട്ട് ഡിവിസിബിൾ. സോ നമ്മൾ അതിനെ മാറ്റി. കാരണം നിങ്ങൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ അത് ഡിവിസിബിൾ അല്ല എന്ന്. 2 എന്തായാലും ആയിരിക്കില്ല, കാരണം ഞാൻ പറഞ്ഞതല്ല തന്നെ. അടുത്ത് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാണ്. 63നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 7 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, 9 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 7 നോക്കാം. 7 ഡിവൈഡ് ചെയ്യുമോ ഇതിനെ? 1 ടൈം അല്ലേ. 7 1 ടൈം ഡിവൈഡ് ചെയ്യും. പിന്നെ എന്താണ് പറയുന്നത്? 2 25, 25ൽ 3 തവണ 49. കറക്റ്റ്, 7 കൊണ്ട് പോകും. അപ്പോൾ ബേസിക്കലി നമുക്ക് മനസ്സിലായ എന്താണ്? ഈ 9ന്റെ ഇഷ്യൂ ആയിരിക്കാം 100% അല്ല. കാരണം 9ൽ 2 3 ഉണ്ട്. ചിലപ്പോൾ 9ലുള്ള ഒരു 3യുടെ കാരണമായിരിക്കും ഇഷ്യൂ ഉണ്ടായത്, ചിലപ്പോൾ 2 3യുടെ കാരണവും ഇഷ്യൂ ഉണ്ടായതായിരിക്കും. അതുകൊണ്ട് നമുക്ക് 7 എടുക്കാൻ പറ്റും. നമുക്കറിയാം HCFൽ 7 എന്തായാലും ഉണ്ട്. ഇനി 9 എന്തായാലും അല്ല എന്ന് നമുക്കറിയാം, കാരണം 7 × 9 63 ആണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ 63 വരണമായിരുന്നു, അത് വന്നില്ല. അതുകൊണ്ട് 9നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 3 വെച്ച് ട്രൈ ചെയ്യാം. 3 കൊണ്ട് എന്താണ് ഡിവൈഡ് ആവുമെന്ന് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ആവുമല്ല. 3 എന്താണ്? 3 ഡിവൈഡ് ആവില്ല.
ഇത് 3 കൊണ്ട് കട്ടാവും, പക്ഷേ ഇതാവില്ല. അപ്പോൾ 3 നമുക്ക് ഒരു 3 എടുക്കാൻ പറ്റില്ല, ഈ രണ്ട് 3 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ HCF എന്താണ്? HCF = 7 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ HCF എത്രയാണ്? 7. അടുത്ത് സെയിം ക്വസ്റ്റ്യൻ ആണോ? അല്ല, ശരി. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യോ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യോ? ഒന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. 963 എന്നിട്ട് 657. 963 657. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് മെത്തേഡ് ആയിരിക്കും കൂടുതൽ ഫേവറബിൾ. കാരണം ഇതിൽ 300ന്റെ ഡിഫറൻസ് ഉള്ളൂ, ഇത് 600 വലിയ സംഖ്യയാണ്, 300 അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാം. എന്താണ് അപ്പോൾ ഇതിൽ ഡിഫറൻസ് വരുമ്പോൾ 657 307 307 ആണ് പറയുന്നത് നമുക്ക്. ഓക്കെ, 307 307 ഉണ്ട്. സോറി, 307 കൊണ്ട് എന്തായാലും 657 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് കൺഫേം ആണ്. കാരണം ഇതിൽ 2 ടൈംസ് ആകുമ്പോൾ 614 ആവും, പക്ഷെ നമുക്ക് ആവശ്യം 657 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഇനി ഇതിനെ യാതൊരു സംഖ്യ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻറ്റ്. 307 ഇതിനെ 1 കൊണ്ട് നമ്മൾ നോക്കി നടന്നില്ല, 2 കൊണ്ട് പോകില്ല, 3 കൊണ്ട് പോകില്ല, 4 കൊണ്ട് പോകില്ല, 5 കൊണ്ടും പോകില്ല, 6 കൊണ്ട് പോകില്ല, 7 കൊണ്ട് പോവോ നോക്കാം, 28 27 പോകില്ല, 8 കൊണ്ട് പോകില്ല, 9 കൊണ്ട് പോവോ 27 3 37 പോകില്ല, 10 കൊണ്ട് പോകില്ല, 11 കൊണ്ട് പോവോ നമുക്ക് ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കിയാൽ 3 + 7 10 10 - 0 10, അതുകൊണ്ട് അത് ഡിവിസിബിലിറ്റിയിൽ പോകില്ല. 11 പോകില്ല, 12 പോകില്ല, 13 നോക്കിയാലോ 26 47 പോകില്ല. 2 തവണ ആകുമ്പോൾ 26, പിന്നെ ബാക്കി 4 വരും. 4 എന്ന് പറഞ്ഞാൽ 47, അതും പോകില്ല. അപ്പോൾ 13 പോകില്ല. 14 നോക്കുകയാണെങ്കിലാ 14 പോകില്ല എന്തായാലും. ഓക്കെ, 14 പോകില്ല, 15 പോകില്ല, 16 പോകില്ല, 17 നോക്കാം 1 ടൈംസ്, പിന്നെ 137. 17 7 വരണമെങ്കിൽ 7ന്റെ ടേബിളിൽ 7 വരണമെങ്കിൽ എന്ത് വരണം? അങ്ങനെ വരുമോ? പിന്നെ 21 28 വരത്തില്ല അല്ലേ? അത് പോസിബിൾ അല്ല. അപ്പോൾ അതുമില്ല. 17 ഇല്ല, 18 ഇല്ല, 19 നോക്കിയല്ല 1 ടൈം 117 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 × 3 ആയിരിക്കണം. പക്ഷെ 19 × 3 117 അല്ല അല്ലേ? 19 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 ആണ്. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയാലോ. 19 × 3 എന്ന് ഞാൻ പറയാൻ കാരണം ഈ 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ യൂണിറ്റ് പ്ലേസിൽ 7 വരുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ 19 × 3 അത് നടക്കൂല. ശരി, 20 വരൂല, 21 എന്ന് പറഞ്ഞാൽ 9 97 വരൂല, 22 വരൂല, 23 നോക്കാം 7 77, 23 ടേബിളിൽ 77 ഇല്ല, 23 ഇല്ല, 24 ഇല്ല, 25 ഇല്ല, 26 വരൂല. കാരണം ഞാൻ 26 ഇങ്ങനെ ഈവൻ നമ്പർ എന്തായാലും വരൂല. 26 ഈവൻ നമ്പറാണ്, വരൂല. ഓഡ് നമ്പറിനെ കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് വരൂല. 27 ആണെങ്കിൽ 37 വരൂല. ഓക്കെ, 28 വരൂല. 29 ആണെങ്കിലാ 29 17, അയ്യോ അവിടെയും പോയി. 29 വരൂല. പിന്നെ വേണം വലിയൊരു സംഖ്യ ആയല്ല 30 വരൂല. 31 വരൂല. 31 വരുമോ? ഇല്ല, 310 ആണ് 10 തവണ, വരൂല. 31 വരൂല, 32 വരൂല, 33 വരൂല. ഷിറ്റ്, 297 ആയിരുന്നെങ്കിൽ 33 വന്നേനെ, അത് 9 ടൈംസ് ആവുമായിരുന്നു, വരൂല. 33 വരൂല, 34 വരൂല, 35 വരൂല, 36 വരൂല, 37 നല്ലൊരു സംഖ്യയാണ്. 37 എന്ന് പറയുമ്പോൾ 7 × 7ന്റെ ടേബിളിൽ 7 വരൂലല്ലോ യൂണിറ്റ് പ്ലേസിൽ, അതുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് വരൂല. 37 വരില്ല, 38 വരില്ല, 39 ഇനി ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കാം. 39 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 എത്ര ടൈംസ് വരുമ്പോൾ 3 ടൈംസ് വരുമ്പോഴാണ് ഇത് വരണത്. ഓക്കെ, ശരി. ഇത് ഒരു വലിയ സംഖ്യ ആയിപ്പോയല്ല, ഇത് തെറ്റാണോ? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 9 27 37 അങ്ങനെ വരാൻ വഴിയില്ല, ഇത് പ്രൈം ഫാക്ടറാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വല്ല വഴിയുണ്ടോന്ന്. ഓക്കെ, ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? 3 കൊണ്ട് പോവില്ല, 3 കൊണ്ട് പോവോ? 3 കൊണ്ട് പോവല്ലേ ഇത്? 3 ടൈംസ് ഇത് 2 1 27 9 അല്ലേ?
ഓക്കെ ശരി. അപ്പോൾ 3 കൊണ്ട് ഇത് പോകുമല്ലോ 3. ഓക്കെ 3 അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത് ഫർദർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 219 ഇതിനെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല, ഡിവൈഡ് ചെയ്യില്ല. അല്ല 3 ടൈംസ് അല്ലേ, 3 ടൈംസ് അല്ല 4 ടൈംസ് പോകും. 19 ഇല്ല പോകില്ല. ശരി, ഫർദർ ഡിവൈഡ് ചെയ്യാം. ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 21 3 കൊണ്ട് പിന്നും പോകും. 7 പിന്നെ 3 73. ശരി, 73 ആണ്. അടുത്ത് ഇതിനെ 73 നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 73 നമ്മളെ പ്രൈം നമ്പറാണ്, അതുകൊണ്ട് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തപ്പി പോയത് 73 വരെ പോകുമായിരുന്നു നമ്മൾ. ഓക്കെ 73 വരെ പോയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം തന്നെ. ഇനി ഇത് രണ്ടും നമ്മൾ ഫാക്ടേഴ്സ് ആണ്. അത് 3 9 കൊണ്ട് ഫാക്ടർ ഡിവൈഡ് ആവുമെന്ന് നോക്കാൻ. 9 കൊണ്ട് ഡിവൈഡ് ആവും. അപ്പോൾ നമ്മളെ HCF എന്താണ്? വേറെ ഒന്നുമല്ല, 9 ആണ്. ഡിഫറൻസ് മെത്തേഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഈ ഒരു ഇഷ്യൂ വന്നതാണ്. എന്താണ്? പ്രൈം ഫാക്ടർ ഇവിടെ ഉണ്ടായിരുന്നു 73, അത് വലിയ സംഖ്യ ആയപ്പോഴുണ്ട് നമുക്ക് ഇഷ്യൂ വന്നു. അങ്ങനെ എക്സാംസിൽ വരാറില്ല. ഞാൻ ഇതൊരു തനിയെ സെറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്, അപ്പോൾ ഞാൻ അത് നോക്കിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വന്നത്. ഓക്കെ, എക്സാമിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇംപെഡിമെന്റ് വന്നാൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല, കാരണം ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾക്ക് 9 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ആകുമ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിലുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക, ആവണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ HCF. എക്സാമിൽ ഈ കഷ്ടപ്പാടൊന്നും ഇല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാത്തതുകൊണ്ടുള്ള ചെറിയ കഷ്ടപ്പാട്. ഓക്കെ, അടുത്ത് നമുക്ക് ഈ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇങ്ങനെ തളർന്നു പോയി അല്ലേ? അപ്പോഴേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ നോക്ക് എങ്ങനെയാണ് ഡിഫറൻസ് മെത്തേഡ് എടുക്കുമോ ഏത് മെത്തേഡ് എടുക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പറ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ല. ഇതിൽ ഓൾമോസ്റ്റ് 252 എന്ന് പറയുമ്പോൾ നമ്മൾ 502. അപ്പോൾ ഡിഫറൻസ് ഈ സംഖ്യയാണ് ചെറുത് ആക്ച്വലി. ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുത് അതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫാക്ടർ മെത്തേഡ് എടുക്കാം. ഫാക്ടർ എവിടെയാണെങ്കിൽ എന്താണ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 2 1. ഓക്കെ, 1 2 1. അപ്പോൾ 2 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആണല്ലോ ഇത്. അപ്പോൾ 2 നമുക്കിവിടെ എഴുതാം. ഓക്കെ, HCFന് ഒരു 2 എന്തായാലും ഉണ്ട്. ഇനി 2⁻1 അല്ലേ? കാരണം ഇനി ഫർദർ 2 കൊണ്ട് പോകില്ല. 3 കൊണ്ട് പോവോ? ഇല്ല. 4 കൊണ്ട് പോവോ? ഇല്ല. 5 കൊണ്ട് പോവോ? ഇല്ല. 6 കൊണ്ട് പോകില്ല. 7 ഉണ്ട്, 51 പോകില്ല. 8 കൊണ്ട് പോകില്ല. 9 കൊണ്ടും പോകില്ല. 9 കൊണ്ട് പോവോ? 31 ഇല്ല. 9 10 11 12 ഒരു ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടുത്തതിൽ 2 കറക്റ്റ് തന്നെയല്ല? ശരിയാണ്, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 1 2 1 കറക്റ്റ് തന്നെ. ശരി, ഫർദർ നോക്കാം. നമ്മളിപ്പോൾ 7 വരെ എത്തിയല്ല. 7 8 9 പോകണില്ല, 10 പോകണില്ല, 11 പോകും. കാരണം എന്താണ്? നമ്മൾ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 0 വരുന്നുണ്ട്. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 2 2 - 2 0. അപ്പോൾ ഇത് 11 ഉണ്ട്, സ്പ്ലിറ്റ് ആവും. അപ്പോൾ 11 പറയുമ്പോൾ നമ്മൾ 11ന്റെ സ്ക്വയർ ആണല്ലോ അല്ലേ? അത് ശ്രദ്ധിച്ചില്ല നമ്മൾ. 11ന്റെ സ്ക്വയർ. ഓക്കെ, ശരി, വെരി ഗുഡ്. 11ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഒന്ന് സിമ്പിളായിട്ട് നോക്കിയാൽ മതി. 11 കൊണ്ട് ഇത് പോവുമോ? ഇതൊക്കെ ഇത് രണ്ടിൻ്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. എന്താണ്? 5 + 2 എത്രയാണ്? 7. 9 - 7 2 11 കൊണ്ട് ഡിവിസിബിൾ അല്ല, എന്നിട്ട് 0 വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ HCF എന്താണ്? വെറും 2 ആണ്. ഓക്കെ, 2 ഇസ് ദ ആൻസർ, വേറെ ഒന്നുമില്ല HCF. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 25 ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യണം. ഓക്കെ, അത് നിർബന്ധമാണ്. അത് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇത് ട്രൈ ചെയ്യേ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോസ് ചെയ്യ്, ട്രൈ ചെയ്തോ. ഞാൻ എന്തായാലും ചെയ്യിച്ച് കാണിച്ചു തരാം. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 500 എന്ന് പറഞ്ഞാൽ 1000 വരുള്ളൂ. അപ്പോൾ ബേസിക്കലി ഡിഫറൻസ്
എന്താണ് കൂടുതലാണ്, ഡിഫറൻസ് ഈ നമ്പറിനെക്കാട്ടിയും കൂടുതലാണ്, ചെറിയ നമ്പറിനെക്കാട്ടിയും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കും. ഫാക്ടറൈസേഷനിൽ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് പോകുന്നുണ്ട്, അതെന്ന് വെച്ചാൽ 2 വരില്ല. കാരണം എന്താണ്, യൂണിറ്റ് പ്ലേസിൽ 5 ആണുള്ളത്, അതുകൊണ്ട് 2 ഒരിക്കലും വരില്ല. അത് 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 10 5 എന്നിട്ട് 3 വരും. ഓക്കെ, 253 ചിലപ്പം ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. 253 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 253 ഇൻറ്റു 5 അല്ലേ, 254 5 അത് വലുതായിപ്പോൾ 253 ഇൻറ്റു 5 വരില്ല. അപ്പോൾ ഈ സംഖ്യ എന്തായാലും ഡിവൈഡ് ചെയ്യൂല. ഓക്കെ, 253 എന്തായാലും ഡിവൈഡ് ചെയ്യില്ല. കാരണം ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. 1155. ഓക്കെ, 3 ഇൻറ്റു 5 മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 15 ക്യാരി 1, പിന്നെ 5 ഇൻറ്റു 5 25 പ്ലസ് 1 26 പ്ലസ് 26 ക്യാരി 2. ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 253 ഞാൻ പറഞ്ഞത് എന്താണ്, യൂണിറ്റ് പ്ലേസിൽ നമുക്കിവിടെ 5 ആണുള്ളത്. അപ്പോൾ 3ൻ്റെ യാതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 5 വരും. 5 ഇൻറ്റു ചെയ്താലേ വരുള്ളൂ. 3ൻ്റെ ടേബിളിൽ 5 ഇൻറ്റു ചെയ്യുമ്പോൾ മാത്രമേ യൂണിറ്റ് പ്ലേസിൽ 5 വരുള്ളൂ. അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 5 അല്ലേ, 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 15 ക്യാരി 1 25 26 2 10 12 1 2 6 5 വരും. 1 1 5 4 വരില്ല. അതുകൊണ്ട് അത് സംഖ്യ ശരിയല്ല. നമുക്ക് ഫർദർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് പോകില്ല, 3 കൊണ്ട് പോകില്ല, 4 കൊണ്ട് പോകില്ല, 5 കൊണ്ട് പോകില്ല, 6 കൊണ്ട് പോകില്ല, 7 43 പോകില്ല, 7 പോകില്ല, 8 പോകില്ല, 9 പോവോ, 2 times 73. 63 ആയിരുന്നെങ്കിൽ പിന്നും പോയേനെ. 73 ആണ് പറഞ്ഞത്, അതുകൊണ്ട് പോകില്ല. അടുത്ത് 10 പോകില്ല. 11 നോക്കിയല്ല, 11 പോകില്ല. ഓക്കെ, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ്, ഇത് രണ്ടിനെ ആഡ് ചെയ്താൽ 5 കിട്ടും. ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ, ഈ 5 സബ്സ്ട്രാക്ട് ചെയ്താൽ 0 വരും. നമുക്ക് 11ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്, ഈതർ ദ ഡിഫറൻസ് ഓഫ് ദ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ഷുഡ് ബി 0, അല്ലെങ്കിൽ 11ൻ്റെ ഡിവിസിബിൾ ആണ്. ഇവിടെ 0 ആവുകയാണ്, അപ്പോൾ 11 വരും. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 11 2 times 33 എന്ന് പറഞ്ഞാൽ 3 times 23, 11 23 വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമുണ്ട്. 2 റൂൾ ഔട്ട് ചെയ്ത് 2 വരില്ല. 11 ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കാം. ഇത് 1 times എന്നിട്ട് ഇവിടെ 0 വരും, 5 times. യെസ്, 11 ഉണ്ട് ഡിവൈഡ് ആവും. ഓക്കെ, HCFൽ നമുക്ക് 11 എഴുതാം എന്തായാലും. ഇനി 23 ടെസ്റ്റ് ചെയ്യണം. 23 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് തോന്നുന്നു. 23 എന്ന് പറയുമ്പോൾ ഇത് 5 times പോവും, പക്ഷേ 5 ബാക്കി വരെ ഉള്ളൂ. അപ്പോൾ അത് പോവില്ല. അപ്പോൾ 23 കൊണ്ട് പോവില്ല. അപ്പോൾ നമ്മൾ ആൻസർ HCF എന്താണ്, 11 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ HCF ഓഫ് 240 and 1024. നിങ്ങൾക്ക് അത്യാവശ്യം കാൽക്കുലേഷൻ നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്കിത് ഈസിലി ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്തായാലും പറഞ്ഞുതരാം നമുക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് ആദ്യം. ഓക്കെ, ഇതൊക്കെ പോസ് ചെയ്തിട്ട് ഇനി സോൾവ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇതിപ്പോൾ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് സമയം കൂടുതൽ എടുക്കാനില്ല, അതുകൊണ്ട് സമയം നമുക്ക് പ്രശ്നമല്ല. പക്ഷേ വീഡിയോ ഒരുപാട് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. നിങ്ങളെ സമയമല്ലേ പോണത്. യുവർ ടൈം ഈസ് വാല്യുബിൾ ദെൻ മൈൻസ് അല്ലേ. എനിക്ക് എൻ്റെ കണക്കിന് നിങ്ങളെ സമയം, കാരണം പ്രിപ്പറേഷൻ ഒരു ലിമിറ്റഡ് ടൈമാണുള്ളത്. അപ്പോൾ അത് എന്താണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ നോക്കുക. 240 and 1024 ഇതിൽ നമുക്ക് ഇതെടുക്കണം, HCF എടുക്കണം. രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, കൂടുതലാണ്. നമുക്കറിയാം ഈ നമ്പറിനെ കാട്ടി ആ നമ്പർ ഡിഫറൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കും. അപ്പോൾ എന്താണ്, 24 10 എന്ന് എടുക്കാം. 10 നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്താൽ 2ഉം 5 എന്ന് എടുക്കാം. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല 2 ഇത് ചെയ്യണത്, 5 ഉള്ളതുകൊണ്ടാണ് അത് ഡിവൈഡ് പോകാത്തത്. ഞാൻ 10നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു 5 ഉണ്ട്. 5 കാരണം എന്താണ്, ഇവിടെ 5 ഉണ്ടെങ്കിൽ ഈ ഒരു ഈവൻ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഈ 5നെ എടുത്ത് കളയുക. അഗെയിൻ ഇതെന്താണ്, 48 ആവും. ഓക്കെ, 24 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48. അപ്പോൾ 48 നമ്മൾ എന്ത് ചെയ്യും, 1024 ഡിവൈഡ് ബൈ 48 ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 48 1 times ഇതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്, ഇത് 2 times, അപ്പോൾ എത്രയാവും, 96 64 പോവോ, ഇല്ല പോവില്ല. അപ്പോൾ 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് അർത്ഥം. അടുത്തത് ആദ്യത്തെ എന്താണ്, ഈ 2 നം കട്ട് ചെയ്യുക. അപ്പോൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതെന്ന് പറയുമ്പോൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്രയാണ്, ഇത് 3 times ആകുമ്പോൾ 96 അല്ല സോറി 3 times ആകുമ്പോൾ
72 എന്നിട്ട് 4 ടൈംസ് ആകുമ്പോൾ 96. അപ്പോൾ ഇതിൽ 6 ബാക്കി 64 24ൻ്റെ ടേബിളിൽ വരണതല്ല, അതുകൊണ്ട് അതും പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. ഫർദർ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ 2, അപ്പോൾ 12 കൊണ്ട് പോകാൻ നോക്കാം. 1024. ഓക്കെ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന കാൽക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലോട്ട് ചെയ്തു തരുമ്പോൾ. അതുകൊണ്ട് യു ഹാവ് ടു ജസ്റ്റ് ട്രസ്റ്റ് മീ. 1 ടൈംസ് ഇത് എത്രയാണ്, 8 ടൈംസ് 96. 64 12 ടേബിളിൽ വരില്ല, അതുകൊണ്ട് നമുക്ക് ഇതും കിട്ടൂല. ശരി, ഇനി ഈ 12നെ ഫർദർ ഡിവൈഡ് ചെയ്തല്ല 2ഉം 6. അപ്പോൾ നമുക്ക് ഇനി എന്താണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1024/6. 6 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ടൈംസ്. ഇതെന്ന് പറഞ്ഞാൽ 10ൽ 1 തവണ ഉണ്ട്, 42ൽ 7 തവണ, 4 ബാക്കി പോവില്ല, 6ഉം പോവില്ല. ഓക്കെ, അതും നമ്മളെ ആൻസർ അല്ല. ഇനി നമുക്ക് വരുന്ന ബാക്കി വെറും എന്താണ് 2 എന്നിട്ട് എന്താണ് 3. അപ്പോൾ നമുക്ക് ഓക്കെ 6 വന്നില്ല, 12 6ഉം വന്നില്ല, 12 ഒരു കാര്യം തെറ്റിപ്പോയി. സോറി. നമ്മൾ ഒരു ആംഗിൾ എപ്പോഴും മിസ് ചെയ്ത് പോയി കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്നേന്ന് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, ഒന്നേന്ന് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാണ്. 24ന് എന്താണ് നമുക്ക് നോർമലായിട്ട് 24ന് 48ഉം 10ഉം 48 ഇൻറ്റു 10 അല്ല, 48 ഇൻറ്റു 5 എന്തായാലും ഇല്ലയെന്നറിയാം നമുക്ക്. 48 ഇല്ലയെന്ന് ഇപ്പോഴാണ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ 48 ഇല്ലെങ്കിൽ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുക, 2ഉം 24. ഓക്കെ, 2ഉം 24 പോണില്ലെന്നറിയാം. 2 എന്തായാലും ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. HCFൽ 2 ഉണ്ട് എന്തായാലും. ഓക്കെ, ബട്ട് അത് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിലുള്ള എല്ലാം 2ഉം എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിലൊരു 2 ഉണ്ട്, പിന്നെ ഇത് 12, ഇതിൽ ഫർദർ 2 ഉണ്ട്, ഇനി അതെന്താണ് 6, ഇനി ഇതിൽ ഫർദർ 2 ഉണ്ട്, പിന്നെ 3 ബാക്കി വരും. 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നോക്കണം. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ എത്ര 3 ടൈംസ്, പിന്നെ 1 12 പോവും, പക്ഷെ 4 ലാസ്റ്റിൽ വരും, അതുകൊണ്ട് അത് പോവില്ല. അപ്പോൾ 3 ഇവിടെ ഡിവിസിബിൾ അല്ല. പിന്നെ നമുക്ക് ബാക്കി വന്നേക്കണം 1 2 3 4 4 2, അപ്പോഴെന്ന് പറഞ്ഞാൽ 16. 1024 ഡിവൈഡഡ് ബൈ 16 നോക്കണം. 1024 ഡിവൈഡ് ബൈ 16, ഇത് 1 ടൈംസ്, ഇതെന്ന് പറഞ്ഞാൽ 6 ടൈംസ് 96 ആവും. 96ൽ 6 64. 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ഇൻറ്റു 4 64, കറക്റ്റാണ്. അപ്പോൾ 64 നമ്മൾ എന്താണ് പോകുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് 16 ഈസ് ദ HCF. ഓക്കെ, 16 കൊണ്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ട്, അതിൻ്റെ അർത്ഥം 16 ഈസ് ദ HCF. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് 3 ആണ്. ഇതെന്താ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾ അതൊന്ന് ഒരിക്കൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ചിന്തിക്കാതെ ഒന്നും നമുക്ക് കിട്ടാൻ പോണില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ തോട്ട് പ്രോസസ്സ് ഇടണം. ഓരോ കാര്യത്തിൽ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ആലോചിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇതിനെ പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്യും. ഓക്കെ, പോസ് ചെയ്തല്ല, നിങ്ങൾ നോക്കി ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ 2 സംഖ്യ എടുക്കണം. ഇതിൽ ഏറ്റവും ചെറുതായ 2 സംഖ്യയുടെ ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഈ 2 സംഖ്യയുടെ ഡിഫറൻസ് ചെറുതാണല്ലോ. ഓക്കെ, 180ഉം 324. 180ഉം 324ൻ്റെ ഡിഫറൻസ് എത്രയാണ്, ഇത് 120 144 വരും, 144. ഇനി ആദ്യം നോക്കണത് ഈ 2നെ ഡിവൈഡ് ചെയ്യും. 144 ഇല്ല, 144 ഇതിനെ ഫുള്ളി ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യും. എന്താണ് 2ഉം 72 എന്നാണ്. 72 ഇതിനെ ഡിവൈഡ് ചെയ്യോ, ഇല്ല, ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ ഫർദർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്താണ് ഈ 144 ഡിവൈഡ് ആവാത്തത് ഈ 2ൻ്റെ കാരണമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ആ 2നെ എലിമിനേറ്റ് ചെയ്യാണ്. അത് 72 ആണെങ്കിൽ ഈ 72നെ ഫർദർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ് 36 വരും. ഓക്കെ, 36 നമ്മൾ ഇന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 36 ഇതിൽ ടേബിളിലുണ്ട് അല്ലേ. എത്രയാണത്, 36 5s are 180, എന്നിട്ട് 36 9s are 324. ഇനി 36 ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കണം. 36 ഇതിനെ ഡിവൈഡ് ചെയ്യുമോ, ഇത് എത്രയാണ് 36, സോറി ഇത് 1 ടൈം 10 108. 108 എന്ന് പറയുമ്പോൾ 468 നോക്കാം. 468/36, ഇത് ഒരു ടൈംസ് 10 എണ്ണം പോകും. 10 എന്ന് പറഞ്ഞാൽ 108 ആവും. 108നെ കട്ട് ചെയ്യണമെങ്കിൽ എന്താണ് 36 72 108, കറക്റ്റാണ്. 3 ടൈംസ് അല്ലേ. ഇത് 1 ടൈം 3 ടൈം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് 13 ടൈംസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ HCF എന്താന്ന്, HCF ഈക്വൽ ടു 36. ഓക്കെ, ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. 2 ചെറിയ സംഖ്യയുടെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൽ ഏത് സംഖ്യയാണ് അതിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ആകുമ്പോൾ അത് നമ്മളെ ആൻസർ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വേറെ സംശയമൊന്നുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതെങ്ങനെയാണ് ചെയ്തെന്നുള്ളത് ഒരിക്കലും വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കുക. 2 ചെറിയ സംഖ്യ ഉള്ളിൽ 2 ചെറിയ, എന്നാൽ ചെറിയ സംഖ്യ അല്ല, ഡിഫറൻസ്, ചെറിയ ഡിഫറൻസ്. ഇപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് എത്രയാണ്,
144 തന്നെ, ഇതിൻ്റെയും 144. ഓക്കെ, ബട്ട് 144 ഇതിൻ്റെ ടേബിളിൽ ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? 144 ടേബിളിൽ 180 ഇല്ല, 324 ഇല്ല, 468 ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫർദർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്താൽ ഞാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. പറഞ്ഞ് സംസാരിച്ച് തൊണ്ട ഞാൻ എടുക്കുന്നു. ശരി, ഇനി നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് മെത്തേഡ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് അല്ലേ? ഡിഫറൻസ് ചെറുതാണ്. ഡിഫറൻസ് എന്താണ് ഇവിടെ? ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വളരെ രസമുണ്ടല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് 114, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? 114 ആണ് അഗെയിൻ. അപ്പോൾ ഇത് ഒന്നീ ഈ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്താണ്? ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. ഇത് ആദ്യം നമ്മൾ നോക്കാം. ഇത് 1 ടൈം പോവും, ഇത് 2 ടൈം പോവും, ഇത് 3 ടൈം പോവും. അപ്പോൾ ബേസിക്കലി വേറെ ഒന്നും നോക്കാമല്ല, HCF എന്താണ്? ഈക്വൽ ടു 114. അപ്പോൾ ഇതിൽ കണ്ടോ നമ്മൾ പ്രൈം ഫാക്ടർ എടുത്തിരുന്ന അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയി തന്നെ. ബട്ട് ഈ ഒരു മെത്തേഡിൽ ഡിഫറൻസ് മെത്തേഡിൽ ഡയറക്റ്റ് ആൻസർ കിട്ടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യണം. അടുത്ത ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, യാതായിരിക്കും എന്നുള്ളത്. ആൻസർ എന്താണെന്ന് നോക്ക്. ഓക്കെ, നോക്കിയല്ലോ. ശരി, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് അത്യാവശ്യം വലുതാണ്. ഓക്കെ, 160 ആ ഒരു റേഞ്ചിൽ വരും. ഇതിൻ്റെ ഡിഫറൻസ് 100 ആൻഡ് സംതിങ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് കുറവാണല്ലോ, അതുകൊണ്ട് 8 അല്ലേ? 108 ആണ്. 108 ആണ്. 108. ഓക്കെ, 108. അപ്പോൾ 108 കൊണ്ട് ഇത് പോകുമോ നോക്കുകയാണെങ്കിൽ ഇത് 2 ടൈംസ് ആകുമ്പോൾ 216 ആവും. 200 എന്ന് പറഞ്ഞാൽ 216. പക്ഷേ 216 ഇത് ഇതിൻ്റെ അടുത്താണ്. ബട്ട് ഇത് ഈ സംഖ്യ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തോ. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വരും? 54 എന്ന് വരും. 54. ഇനി നമുക്ക് 54 നോക്കാം. 2 നോക്കണ്ട. കാരണം എന്താണ്? ആ 2 ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ 108 ആവാത്തത്. അതുകൊണ്ട് നമ്മൾ 2 വിട്ടരെ 54 ഉണ്ട് നോക്ക്. 54 ഇതിനെ കട്ട് ചെയ്യില്ല. കാരണം ഓബ്വിയസ്ലി നേരത്തെയും അത് കട്ട് ചെയ്യില്ലായിരുന്നു. നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈവൻ നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പറാണ്. ഇവിടെ ഈവൻ നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് അത് പോവില്ല. ഫർദർ നോക്ക്. ഇതിനെ 2 കൊണ്ട് ഫർദർ ചെയ്താൽ 27. ഓക്കെ, ഇവിടെ ഈവൻ ഓഡ് നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പർ. അതാണ് ട്രൈ ചെയ്ത് നോക്കാം. 27 243 എന്ന് പറയുമ്പോൾ 9 ടൈംസ്. ഓക്കെ, 27ൻ്റെ ടേബിൾ ഞാൻ പറഞ്ഞില്ലേ, ടേബിൾസ് പഠിക്കണം നന്നായിട്ട്. അതിൻ്റെ ബെനിഫിറ്റ് ഇതാണ്. 27 9s 243 ആണ്. ഓക്കെ, ശരി. അടുത്ത് ഇതെന്ന് പറഞ്ഞാൽ 405 എന്ന് പറയുമ്പോൾ 27 1 ടൈംസ് 13 135 കറക്റ്റ് ആണ്. എന്താണ്? 15 പ്രാവശ്യം പോകും. ഓക്കെ, ശരി. അടുത്ത് ഇത് 27 1 ടൈം തന്നെ പോകുള്ളൂ. പക്ഷേ 27 2 പ്രാവശ്യം 3 കുറവ്, ദാറ്റ് ഈസ് 243 9 ടൈംസ്. അപ്പോൾ ഇത് 19 ടൈംസ് ആണ് ഇതുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ HCF എന്താണ്? HCF ഈക്വൽ ടു 27. കുറച്ചൊക്കെ നമുക്ക് ടേബിൾസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, എക്സാമിൽ നിങ്ങൾക്ക് 27 ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുന്നത്. നമുക്ക് ഓപ്ഷൻ നേരെ തന്നിട്ടുണ്ട് കറക്റ്റ് ആൻസർ, അതിന് തന്നെ എടുക്കാം, നേരെ ക്രോസ് ഔട്ട് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ പഠിക്കുന്നതിന് കാരണം എന്താണ്? എക്സാമിനർ അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ നിന്ന് എടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവർ കുറച്ച് പണികൾ നിങ്ങൾക്ക് തരും. ആ പണീനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ബേസിക്സ് അറിഞ്ഞിരിക്കണം. ബേസിക്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കിൻ്റെ അടുത്ത് ഇത്രയും ഫോക്കസ് ചെയ്യണത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് അങ്ങ് കളിപ്പിച്ച് വിട്ടുതന്നെ. പക്ഷേ അത് ശരിയാവില്ല, നിങ്ങളെ എക്സാമിനർ കളിപ്പിക്കും. അതുകൊണ്ട് നമുക്കത് പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്ക്, കിട്ടുമോ ഇല്ല എന്നാൽ നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻസ് പോയി വരുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരും. പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ചെയ്തോ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് എന്നിട്ട് അത് സോൾവ് ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആൻസർ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണം നോക്കാം. ഇതിൻ്റെ 256ഉം 384 നമുക്കറിയാം 100ന്റെ മുകളിൽ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 100ന്റെ മുകളിൽ ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് ഡിഫറൻസ് മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിനെ ഗ്യാപ്പ് എടുക്കാം. എത്രയാണ്?
192ഉം 256ഉം ഗ്യാപ്പ് എത്ര വരും? 192 എന്ന് പറയുമ്പോൾ 42 ആകുമ്പോൾ 64 64 ഗ്യാപ്പ് ഉണ്ട്. ശരി, 64 ഗ്യാപ്പ് ഉണ്ട്. 64 കൊണ്ട് ഇത് ഡിവൈഡ് ആവുമെന്ന് നോക്കാം. 64 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 into 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 into 3 ഓക്കെ. മൈൻഡിൽ കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യണമെന്നാണ് പറയണത്. 60 into 3 എത്രയാണ്? 180 തന്നല്ല. പിന്നെ 4 into 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 12. അപ്പോൾ 180 + 12 എത്രയാണ്? 192. കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ മൈൻഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ശരി, അടുത്ത 256ന്റെ കാര്യം പറയുകയാണെങ്കിൽ 64 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര? ഏറ്റവും ക്ലോസസ്റ്റ് ആണ് 4 ടൈംസ് ആയിട്ട് 60 into 4 എന്ന് പറഞ്ഞാൽ 240. ഓക്കെ, 60 into 4 240 വരും. പിന്നെ 4 into 4 16. അപ്പോഴെന്താണ്? 256 തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 256ഉം ഡിവിസിബിൾ ആണ്. പിന്നെ 384 4ൻ്റെ കൂടെ ഈ യൂണിറ്റ് പ്ലേസിലുള്ള യാത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റിൽ യൂണിറ്റ് പ്ലേസിൽ 4 വരാൻ സാധ്യത ഉണ്ട്. അത് ചിന്തിച്ച് നോക്കണം. 4 വരാൻ സാധ്യതയുള്ള യാത് നമ്പർ ആയിരിക്കും? 6 into 4 ആണ് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 60 into 6 എന്ന് പറഞ്ഞാൽ 360. 4 into 6 എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ 360 + 24 384. അപ്പോൾ നമ്മൾ HCF എന്താണ്? വേറെ ഒന്നും നോക്കാനില്ല, ഈ ഡിഫറൻസ് തന്നെയാണ്. 64 തന്നെയാണ് നമ്മളെ ആൻസർ. ക്ലിയർ ആണ്? നിങ്ങൾ എക്സാമിലായാലും ഇങ്ങനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക 64 ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഇല്ലെങ്കിൽ മാത്രം ഫർദർ പണി ചെയ്യാൻ പോയാൽ മതി, അല്ലെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്ക്. ഇതിൽ എന്താണ് ആൻസർ വരുന്നത് നോക്കട്ടെ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുമോ? അത്രേ ഉള്ളൂ. എന്താണെന്നുള്ളത് നോക്ക്. എന്താണെന്ന് നോക്ക്. പിന്നെ ഡിഫറൻസ് മെത്തേഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൽ വേറെ ഇതൊന്നുമില്ല. ഡിഫറൻസ് ചെറുതാണ്. ആ നമ്പേഴ്സ് ഏറ്റവും ചെറിയ നമ്പറിനെക്കാട്ടിയും ചെറുതാണ്. ഓക്കെ, അപ്പോൾ യാത് സംഖ്യയുടെ ഡിഫറൻസ് എടുക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെ ഡിഫറൻസ് സെയിം ആണ്. 132 132. ഓക്കെ, അങ്ങനെയല്ല അതിൻ്റെ ബേസിക് അർത്ഥം. ഇങ്ങനെ ഒരു നമ്പർ വന്ന് 4 നമ്പർ വന്ന് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കുകയല്ല, അത് തന്നെ ആൻസർ. കാരണം എന്താണെന്നറിയാമോ? ടേബിൾസ് എന്താണ്, എങ്ങനെയാണ് പറയുന്നത്? ടേബിൾസ് ഞാൻ 12ൻ്റെ ടേബിൾ പറയുന്നത് 12 24 36 48. എന്താണ് ഇവിടെ ഉണ്ടാവണത്? എല്ലായിടത്തും 12 ആഡ് ആവുകയാണ്. തന്നെ 12 ആഡ് ആയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബേസിക്കലി അതൊരു ടേബിളിൽ വരുന്നതല്ലേ, സെയിം ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ അതൊരു കാര്യം ക്ലിയർ ആവും. നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് ഡിവിസിബിൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് into 2 ആണെങ്കിൽ 264, into 3 ആണെങ്കിൽ 396, into 4 ആണെങ്കിൽ 528, into 5 ആണെങ്കിൽ 660. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്? HCF equal to 132. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്തായിരിക്കും? ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സോറി, അത് മിസ്റ്റേക്ക് വന്നതാണ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. സെയിം സാധനം വിട്ടേക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. അതിന് ശേഷമുള്ളത് വീണ്ടും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, മാറ്റാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നമ്മളെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 25th ക്വസ്റ്റ്യൻ. ഇത് കഴിയുമ്പോൾ നമ്മളെ സെറ്റ് തീരെയാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ചെയ്യും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് തീർന്നില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്യുക. ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിൽ 67 ആണ് ഗ്യാപ്പ് വരണത്. തന്നല്ല? ക്ലിയർ അല്ലേ? 2 കുറച്ചാൽ പോരെ? 67 2 400 2 കുറച്ചാൽ മതി. 67. അടുത്ത് ഇത് രണ്ടിൻ്റെ നോക്ക്. എന്താണ് ഗ്യാപ്പ്? എത്രയാണ്? ഇതിൻ്റെയും 67 ആണ് ഗ്യാപ്പ് വരുന്നത്. ബട്ട് ഇതിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്. എത്രയാണ് വരുന്നത്? 134 ആണ് വരുന്നത് അല്ലേ? 134. 134 ഇതിൻ്റെ ഗ്യാപ്പാ? ഇതിൻ്റെ ഗ്യാപ്പ് 67 ആണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി 67 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി 67 തന്നെ ആയിരിക്കണം. വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത് നോക്കാം. 67 ഇതിൽ 67 ഉണ്ട്,
പോവാണെങ്കിൽ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ 2 ആണെങ്കിൽ 7 × 6 ആണ് 42. ഇവിടെ 2 യൂണിറ്റ് ഡിജിറ്റിൽ വരണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് 402 ആണ് വരുന്നത് അല്ലേ? നോക്കട്ടെ, 6 × 2 42, 4 ക്യാരി ഫോർവേഡ്, 6 × 6 36, 40, 402 കറക്റ്റ്. 60 അതിലിപ്പോൾ 67 ആഡ് ചെയ്താൽ കറക്റ്റ്, ഇതും 67 ആഡ് ചെയ്താൽ അത് തന്നെയാണ് വരുന്നത്. ഇപ്പം ഇത് 134 ആഡ് ചെയ്താൽ ഞാൻ മൾട്ടിപ്പിൾ 64 തന്നെയാണ്, അതുകൊണ്ട് അതും ശരിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് 64. സോ ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ത് വരും? = 64. സോറി 67 ആണ്, തെറ്റിപ്പോയി. ഞാൻ എല്ലായിടത്തും 64 എന്ന് പറഞ്ഞു, 67. അപ്പോൾ ബേസിക്കലി നമുക്ക് ക്ലിയർ ആയിട്ടായി ഞാൻ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നുള്ളത് നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ആ കാര്യം നമ്മളെ മൈൻഡിൽ വെക്കുക. ഇത് വീഡിയോ വേണമെങ്കിൽ വീണ്ടും ഒരിക്കലും കണ്ട് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ 2 പേസിൽ ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കൽ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ PDF എല്ലാം ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. കഴിഞ്ഞ വീഡിയോരെ ഈ വീഡിയോരെ ഇതൊന്നും കംപ്ലീറ്റ് ആവാതെ, സ്ലൈഡ് കംപ്ലീറ്റ് ആവാതെ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കാം, അത് നിങ്ങൾ ഇത് ചെയ്തേക്കോ. അടുത്ത സെറ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെറ്റ്, ദാറ്റ് ഈസ് പാർട്ട് 3 സെറ്റ് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൊത്തം ആ ക്ലാസ്സിൽ സെറ്റ് 2 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. We will meet in the next class. Till then, take care and bye-bye.